ब्रह्मा तस्मै श्रीगुरवे नमः। श्रीकैलासे शुकाब्दे कल्पवृक्षो कृत्वोरो वामभागं किसलयमकुलं दक्षिणे दक्षवै बिभ्राणो लोभिरक्षस्त्रमृतघटं पुस्तकं चापरेण भूयल् भूत्यै च मुक्त्यै मम रजतनिभ दक्षिणामुक्तिशम्भो सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सदा सुस्मेरवक्त्राद्यं शिष्यश्रेयसि तत्परं सर्वेषामपि सम्पूज्यं गुरुवर्यं नतोऽस्म्यहम् ब्रह्माहमिति निश्चित्य त्यक्त्वा निजतनं जडं श्रीवैद्यलिङ्गशर्माख्य सम्प्राप श्रीहरेः पदम्. എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് വളരെ വിശേഷ ദിനമാണ്. കൊല്ലവർഷം 1200 കർക്കടകം 1-ാം തീയതി. ഈ മാസം കൂടി കഴിഞ്ഞാൽ 1201 എന്നാവും ചിങ്ങത്തിന്. അങ്ങനെ കർക്കടകം 1-ാം തീയതി ഗോകർണൻ ഈ മാസത്തിലാണ്, കർക്കടകത്തിലാണ് ഗോകർണൻ ദുർഗാരിക്ക് സപ്താഹം വായിച്ചു കൊടുത്തത്. അപ്പോൾ ദക്ഷിണായന പുണ്യകാലം. അപ്പോൾ കുറച്ചാൾക്കാർ ദക്ഷിണായന പുണ്യകാലം എന്ന്, അത് എല്ലാ കാലവും പുണ്യകാലം തന്നെയാണ്. പക്ഷെ ദക്ഷിണായനം വരണേന് മുമ്പ് തന്നെ ഇതിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗവത മാഹാത്മ്യത്തിൽ വരും. ഗോകർണൻ സൂര്യഭഗവാനെ തറഞ്ഞു നിർത്തിയത്ര. ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. അല്ല, ഈ ഇതിനിപ്പോ എന്താ വേണ്ടത്? അങ്ങനെ സൂര്യഭഗവാനാണ് പറഞ്ഞു കൊടുത്തത്. അതേപോലെ കുറച്ചാൾക്കാര് സൂര്യഭഗവാൻ ദക്ഷിണായനത്തിലേക്ക് സംക്രമ നേരം എത്രയും മുമ്പ് കുറച്ചു നേരം നിർത്തിവിട്ടത്, അപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സൂര്യൻ ദക്ഷിണായനത്തേക്ക് പോണതിന് മുമ്പ് അവരങ്ങോട്ട് പോയി. ഇന്നലെ ഒരാൾ പോയി. അതിന് മുമ്പ് ഒരു മാർച്ച് മാസത്തിലും ഇവിടെ അന്നുള്ള ആൾക്കാരൊക്കെ പോയി. ശർമ്മമാഷി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മഹാത്മന്മാരെയും, പ്രത്യേകിച്ച് ഇപ്പൊ പേര് പറയേണ്ട എല്ലാ മഹാന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഭാഗവത മാഹാത്മ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ ദുന്ധുലി ആത്മദേവന്റെ കഥയൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് 2015-16 വർഷങ്ങളിൽ എറണാകുളത്തും പിന്നീട് തിരുവനന്തപുരത്ത് അഭയാനന്ദാശ്രമത്തിലും ശർമ്മമാഷ് ഭാഗവത സപ്താഹം നടത്തിയിട്ടുണ്ട്. സപ്താഹം നടത്തുന്നതിന് മുമ്പ് സപ്താഹത്തിൻ്റെ ഒരു മാഹാത്മ്യം നടത്തി. അത് പലതും കുറച്ചൊക്കെ അച്ചടിച്ച് വന്നു, കുറച്ച് അച്ചടിച്ച് വന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഭാഗവത്തിന്റെ മാഹാത്മ്യം, ഭാഗവത മാഹാത്മ്യം എന്നുള്ള പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ 6 അധ്യായങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വേറെ പുരാണങ്ങളിലും ഉണ്ട്. പക്ഷെ ഭാഗവത്തിന്റെ അകത്ത് തന്നെയുണ്ട് ഭാഗവത്തിന്റെ മാഹാത്മ്യം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കൂ നിങ്ങൾ എന്നൊക്കെ ആ രീതിയിലായിരുന്നു. കാരണം മാഷിക്ക് ഏകദേശം ഭാഗവത്തിൽ ഒരു 2000 ശ്ലോകങ്ങൾ ബൈഹാർത്താണ്. അപ്പൊ 2000 ശ്ലോകങ്ങൾ ബൈഹാർത്തായത് മാത്രം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ മാഷി പറഞ്ഞത് 2000 ശ്ലോകം ബൈഹാർത്താക്കിയാൽ ഒരു 100 മണിക്കൂർ സംസാരിക്കണമെന്നാണ്. ഇത് സ്ഥിരമായതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ മഹാത്മാ, 100 മണിക്കൂർ സംസാരിക്കും. എല്ലാവരും ആ മഹാത്മാവൊക്കെ പോയി ഇവിടുന്ന്. അപ്പം ആ അദ്ദേഹം പറഞ്ഞിരുന്ന ചിലത് പല അന്നത്തെ ചില മാസികകളിലൊക്കെ അച്ചടിച്ചു വന്നു. അപ്പൊ അദ്ദേഹം തുടങ്ങണമെന്ന് എങ്ങനെയാ വെച്ചാല്, ഭാരതം എന്നൊരു പുണ്യഭൂമിയാണ്. ഇവിടെ നമ്മുടെ ജന്മഭൂമി. ഇവിടെ നമുക്കൊരു മനുഷ്യജന്മം ലഭിച്ചാൽ തന്നെ 5 ഭകാരം കിട്ടണം. അത്ര ഭ എന്ന് തുടങ്ങുന്ന 5 കാര്യങ്ങൾ നമുക്ക് കിട്ടണം. അതില് ആദ്യത്തത് ഭാരതം, മഹാഭാരതം. അതിനെല്ലാം നമ്മൾ അതിനെ നേരിടേണ്ടത്, നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത് 5 രീതിയിലുമാണ്. അപ്പം ഭാരതം എന്ന മഹാഭാരതത്തിനെ നമ്മൾ വായിക്കണം. മഹാഭാരതം വായിച്ചിരിക്കണം ഭാരതത്തിൽ ജനിച്ചാല്. 2 ഭഗവത്ഗീത. ഭഗവത്ഗീത പഠിക്കണം. കാരണം ഭഗവത്ഗീത പഠിച്ചാലേ ഭക്തി വളരും. അപ്പൊ ഭക്തി വളരാൻ ഭഗവത്ഗീത പഠിക്കണം. അപ്പൊ
ഭക്തിയുടെ ലക്ഷണം എന്താണ്? അപ്പൊ ഭക്തിയുടെ ലക്ഷണം ഭയമില്ലായ്മ. അപ്പൊ ഭയമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഭയം? താപത്രയത്തിനെ കുറിച്ചുള്ള ഭയം, മരണത്തിനെ കുറിച്ചുള്ള ഭയം. അപ്പൊ ഈ മരണത്തിനെ കുറിച്ചിട്ടുള്ള ഭയം നീങ്ങാൻ വേണ്ടി പഠിക്കേണ്ടത് ഭഗവത്ഗീതയാണെന്നും അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തത് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. അതിനെ വായിക്കുകയോ പഠിക്കില്ല വേണ്ട, അതിനെ ഉപാസിക്കണം. അതിങ്ങനെ വെച്ചിട്ട് അത് ഭഗവാനാണ്, അത് ഭഗവാനാണ്, പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നുള്ള വിചാരത്തില് അതിനെ ഉപാസിക്കണം. ഉപാസിക്കണം എന്ന് എവിടെയാ പറഞ്ഞത്? ഉപാസിക്കണം എന്ന് ഭാഗവത്തിൽ തന്നെയാ പറഞ്ഞത്. ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണതശ്ചേഷ്ടിതം കാലേന അതിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. ഇതിനെങ്ങനെ കുറച്ചു കാലം ഉപാസിച്ചാൽ ഭഗവാനാണത്. അപ്പൊ ഭഗവാൻ നമ്മുടെ ഇപ്പൊ പറഞ്ഞല്ലോ 1000-2000 ശ്ലോകങ്ങളൊക്കെയാണ് ബൈഹാർട്ടായിട്ട് പറഞ്ഞു പോയിരുന്നത് തന്നെ. അത് നമ്മുടെ പതുക്കെ നമ്മുടെ എങ്ങനെയാണോ ഈ ഗുരുനാഥന്മാർക്കൊക്കെ അകത്തേക്ക് കയറിയത് അതേപോലെ നമ്മുടെ അകത്തേക്കും കയറി. മാത്രല്ല അങ്ങനെ കയറിയാൽ എന്താ മെച്ചം? പ്രവിഷ്ടകർണരന്ധ്രേണ. അതിങ്ങനെ കേട്ട് 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 കണ്ടല്ല കേട്ട് 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 അകത്തേക്ക് ചെവിയിലൂടെ സ്വാനം ഭാവസഗൂർഹം ഗുണോദിശമലം കൃഷ്ണ. ഇത് പ്രത്യക്ഷ കൃഷ്ണനാണ്. അതുകൊണ്ട് ഗുണോദിശമലം അകത്ത് കുറച്ചൊക്കെ ഭാവം ഉണ്ടാവും. ഇനിയും അനവധി ജന്മങ്ങള് എടുത്തെടുത്ത് തീർന്നു കിട്ടേണ്ട നമ്മുടെ പ്രാരബ്ധങ്ങളും സഞ്ചിതങ്ങളുമായ കർമ്മങ്ങളെ, അതിന്റെ ഫലങ്ങളെ സലിലസ്യ യഥാ ശരത്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ശരത്കാലം വന്നു കഴിഞ്ഞാൽ പതുക്കെ ഈ വെള്ളത്തിലൊക്കെ എങ്ങനെയാണോ ഭഗവാൻ സൂര്യൻ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയി ഇതൊക്കെ നല്ല വൃത്തിയായ വേനൽക്കാലം വരുമ്പോൾ അങ്ങനെ ഒട്ടുമില്ലാതെ ഭാരതപ്പുഴയൊക്കെ വറ്റിപ്പോയി ഇങ്ങനെ മണൽപ്പരപ്പായിട്ട് കിടക്കണ കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മുടെ ശമലം, നമ്മുടെ പാപത്തിനെ ഈ ഭാഗവതം ഉപാസിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭഗവാൻ കർണരന്ധ്രേണ പ്രവിശ്യ അകത്തേക്ക് കയറി ഇതിനൊക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് ഭഗവാൻ കൊണ്ടുപോകും. അപ്പം 3 അതായത് മഹാഭാരതം വായിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ശ്രീമദ് ഭാഗവതത്തിനെ ഉപാസിക്കണം. 4-ാമത്തെ പ്രകാരം ഭാഗീരഥി അഥവാ ഗംഗ, അതിൽ കുളിച്ചിരിക്കണം. ഒരിക്കലെങ്കിലും അതുവരെ പോയിട്ട് ഹരിദ്വാര വരെ പോയാലും ഗംഗയിൽ കിട്ടും. അതുവരെ ബദരിനാഥ് അങ്ങനൊന്നും കേണ്ട ആവശ്യമില്ല. ഹരിദ്വാരം പോയാൽ തന്നെ ഗംഗയിൽ കുളിക്കാം. അത് ചെയ്തിരിക്കണം. അടുത്തതോ അപ്പോ ഭാഗീരഥിയായി. 5-ാമത്തത് ഭൂമി, അതായത് തപോഭൂമി ഹിമാലയം. തപോഭൂമി ഹിമാലയം ഈ ഭാഗീരഥ ഉത്ഭവസ്ഥാനം ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരോ തോയനിരീവകാശ്യ പൃഥിവ്യായ മാനദണ്ഡ. അങ്ങനെ പഠിപ്പിച്ചില്ലേ മേഘസന്ദേശം ആദ്യത്തെ ശ്ലോകം? അപ്പം അതെ. അപ്പൊ അങ്ങനെയുള്ള തപോഭൂമിയായ ആ ഭാഗവതത്തിനെ തപോഭൂമിയായ തപോഭൂ ഹിമാലയം. തപോവനം സ്വാമികൾ എന്നൊരാളന്നെയുണ്ട്, ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുനാഥനായിരുന്നു. ആ തപോഭൂമിയെ ഒന്ന് കാണാം. ഇങ്ങനെ 5 പ്രകാരം ഭാരതീയരായിട്ട് കയ്യും കാലും കൂടി എല്ലാം കൂടി പ്രോപ്പറായിട്ട് ജനിച്ചാൽ തന്നെ ഭാരതത്തിലെ ഉള്ള ആൾക്കാർ ഓരോ ആൾക്കാരും. അതുകൊണ്ട് ഈ ഭാഗവത പാരായണം കൊണ്ട് നമുക്ക് എന്താ നിശ്ചയിച്ചാൽ, ഒന്ന് കർമ്മബന്ധം ഏർപ്പെടാതിരിക്കും. 5 കാര്യത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കർമ്മബന്ധം ഏർപ്പെടാതിരിക്കാൻ, ഹരിമഹിമ അറിയാൻ. ഹരി ഭാഗവതം എന്നതിൻ്റെ ഒരർത്ഥം തന്നെ ഹരി മഹിമ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഹരിയുടെ മഹിമ. അതറിയാൻ, മരണഭയം നീങ്ങാൻ, കലിബാധ ഏൽക്കാതിരിക്കാൻ. ഇതാണ് പ്രയോജനം എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ. അത് എവിടെന്നാ പറഞ്ഞത്? ഭഗാരോ ഭഗവത് ഭക്തി, ഗകാരോ ഗർഭവർജിത, വകാരോ വാച്യവിജ്ഞാനം, തകാരോ തത്വബോധനം. ഈ 4 കാര്യങ്ങളും ചേർന്ന ഇവയെല്ലാം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കിട്ടും. പിന്നെ സർവോപനിഷതാം സാരാത് ജാത ഭാഗവതീ കഥ. അത് എന്നാൽ അതിനു വേണ്ടി ഇവിടെ ശ്രുതിയും സ്മൃതിയും ഇല്ലേ? ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്. അതുപോലെ നമുക്ക് ശിഷ്ട ആചാരങ്ങളുണ്ട്. അവരവരുടെ വീട്ടിൽ നമ്മൾ തുടർന്നു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ശിക്ഷാചാരം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുത്തശ്ശിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം. അതൊന്നും പറ്റിയെന്ന് വരില്ല. അല്ല, അവർ പറഞ്ഞു തരുന്ന കാലത്ത് നമുക്കൊരു ഇത് വരച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ടാവില്ല. ശ്രുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ തന്നെ 4 അതിൽ ഏതെങ്കിലും ഒരു വേദം തന്നെ പഠിച്ചു കിട്ടാൻ ഇപ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഈ വേദ ഉപനിഷത്ത് മന്ത്രങ്ങളുടെ സാരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ
എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈ വേദ ഉപനിഷത്തിൽ നിന്ന് കിട്ടേണ്ട ഭക്തി, വൈരാഗ്യം, വിനയം, വാച്യവിജ്ഞാനം, ആത്മതത്വബോധം, ഇതിനെല്ലാം നമുക്ക് ഭാഗവതം തരും. ഇത് നമുക്ക് സദാ തനൂതി ഇതി സദാ തനം ആയതാണ് പിന്നീട് സനാതനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പൊ നമ്മൾ സനാതനധർമ്മം വേണ്ട വേണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ടല്ലോ. ഇത് സദാതനം ആയിട്ടാണ് നിന്നിരുന്നത്, എപ്പോഴും നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ ഗുരുനാഥന്മാരുടെ വ്യാഖ്യാനം കേൾക്കണം. പല ഗുരുനാഥന്മാരും ഇതിനെ അതിഭംഗിയായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരും. അതായത് ഒരു ലോജിക്കൽ സീക്വൻസി, ഇന്നതുകൊണ്ട് ഇന്നത്, ഇന്നതുകൊണ്ട് ഇന്നത് എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആ ആത്മവിദ്യ, നമുക്കൊരു ഉപാസിക്കാൻ പ്രയോജനമുള്ള വിദ്യയെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തൊക്കെയോ വിദ്യകളുണ്ട്. അപ്പൊ സെൽഫോൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫോൺ വർക്ക് ചെയ്യുന്ന വിദ്യയല്ല എൻ്റെ സെൽഫോണിൽ. ചുരുക്കത്തില് ആ വിദ്യയല്ല ഈ വിദ്യ. ഇതന്നെയാണ് ഭാഗവതം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയോ വിദ്യ പഠിച്ചോളൂ, ആ വിദ്യയല്ല ഈ വിദ്യ. അപ്പൊ അതിനുവേണ്ടി ഇവിടെ താമസിച്ച് കുറെ കാലം ശർമ്മമാഷും ഇവിടെ പോയി പഠിപ്പിച്ചിരുന്നു. ബ്രഹ്മസമ്മേളനത്തിൽ താമസിച്ച് പഠിപ്പിച്ച വേറൊരു മഹാവിദ്വാനാണ് ഇതേ കാലഘട്ടത്തിലൊക്കെ എന്നെ ജീവിച്ചു പോയ പാലേരി നാരായണ നമ്പൂതിരി. എല്ലാം അറിയില്ല. ഇവിടെ ദേവി ഭാഗവതം, അതിലെ ഹ്രസ്വഭാഗവതം വേണ്ടിയിട്ടുണ്ട് പാലേരി നാരായണ നമ്പൂതിരിന്. അദ്ദേഹം ഒരു അത്യത്ഭുതമായൊരു ശ്ലോകം എഴുതി. അതാണ് ഭാഗവത മാഹാത്മ്യം തന്നെ. ആനന്ദത്തിനു വേറെ മാർഗം അതിനെ തേടിയിട്ടു പോകേണ്ടതില്ല. വളരെ ശുദ്ധമായ എളുപ്പത്തിന് മനസ്സിലാവുന്ന മലയാളമാണ്. ആനന്ദത്തിനു വേറെ മാർഗം അതിനെ തേടിയിട്ടു പോകേണ്ടതില്ല. എപ്പോഴും ഹരിയെ സ്മരിച്ചു പരമാക്ലാദത്തിൽ മുങ്ങിടുവാൻ ശ്രീമദ് ഭാഗവതം പഠിച്ചുണരുവിൻ, നാമം ജപിച്ചിടുവിൻ. വേറെ എന്തൊരു സാധനയ്ക്കു കലിയിൽ മുക്തിക്കു ചേരുന്നതായി. ഭാഗവതം പഠിക്കുക, നാമം ജപിക്കുക. ഇത്ര ആയാൽ തന്നെ കലികാലത്ത് ആനന്ദത്തിന് വേറെ മാർഗം അതിനെ തേടിയിട്ടു പോകേണ്ടതില്ല എന്ന് പാലേരി എഴുതിയ ശ്ലോകമാണ്. അങ്ങനെ നമ്മൾ ഭാഗവതം പഠിച്ചു വരുന്നു. ഒരു ദശാബ്ദത്തിന്, ഒരു വ്യാഴവട്ട കാലത്തിന് അധികമായി ഇവിടെ തന്നെ ഭാഗവതം ഇതേമാതിരി ടീച്ചർ പഠിപ്പിച്ചു തരാം. നമ്മൾ കുറേ പേര് വന്ന് കേൾക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സപ്താഹം ഇതേപോലെ കർക്കിടക മാസത്തിൽ അങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഈ വർഷം ടീച്ചറുടെ ഒരു നിർദ്ദേശം സപ്താഹങ്ങളൊക്കെ സ്തുതി പ്രധാനമായിട്ട് നടത്തണം. അതേക്കാൾ കൂടുതൽ സ്തുതികൾക്ക് എല്ലാവർക്കും ഓരോ സ്തുതിയൊക്കെ അലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഓരോ സ്തുതിയെക്കുറിച്ച് പറയണം. എന്തുകൊണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ സഹസ്രനാമത്തിൽ ഇപ്പൊ നമ്മൾ സഹസ്രനാമം പറഞ്ഞ് നിർത്തിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അതിലത്തെ നാമങ്ങളാണ് സ്തവ്യ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതി, സ്തോത, രണപ്രിയ. അപ്പോ ഇവിടെ സ്തവ്യൻ, സ്തവപ്രിയൻ, സ്തോത്രം, സ്തുതി, സ്തോത, രണപ്രിയൻ, ഇതെല്ലാം ഈ സഹസ്രനാമം എല്ലാം തന്നെ ഭഗവാന്റെ ഗുണങ്ങളാണ്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിപരിഗീതാനി. ഭീഷ്മർ എഴുതിയതല്ല, അതിനു മുമ്പുള്ള മഹർഷിമാരെന്നെ എഴുതി വെച്ചു. അത് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അത് അദ്ദേഹത്തിന് കാണാമായിരുന്നു, നമുക്ക് കാണുന്നില്ല. പക്ഷെ ഋഷിഭിപരിഗീതാനി താനി വക്ഷ്യാമി ഭൂപതേ എന്ന് പറഞ്ഞതാണ്. അപ്പൊ യാനി നാമാനി ഗൗണാനി, ഭഗവാന്റെ ഗുണങ്ങളുടെ പ്രധാനപ്പെട്ടത് സ്തവ്യ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതി, സ്തോത, ഇങ്ങനെയുള്ളതാണ്. അതില് ഇതെന്താ കാരണം വെച്ചാല് ഏവമേതാം ഹരിമേധസോഹരേ കഥാം സുഭദ്രാം കഥനീയമായില സംഗീത ഭക്ത്യാ ശ്രവയേത മോക്ഷതീം ജനാർദ്ദനസ്യാശു കൃതി പ്രസീദതി. ഈ ഭഗവാന്റെ ഈ ഗുണഗണ നാമധേയങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നാൽ എന്താ? ശ്രവയേത, കേൾക്കുക മാത്രമല്ല, കേട്ടാൽ മാത്രം പോരാ, ഈ സ്തുതികളെ കുറിച്ചും സ്തോത്രങ്ങളെ കുറിച്ചും പറയണം. വേറെ ആരോട്? ശ്രവയേത, കേൾപ്പിച്ചാൽ ജനാർദ്ദന അസ്യ ഹൃദയം ആശു പ്രസീത. ഇത് ഭഗവാൻ അകത്ത് നിന്ന് നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരണം. ഇങ്ങനെ ഇനി ഈ സ്തുതികളെ കുറിച്ചിട്ടാണ് ഇനിയെല്ലാം. ഇനിയിപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ 20-25 മിനിറ്റിൽ അടങ്ങുന്ന സ്തുതികളെ കുറിച്ചിട്ടാണ് നാളെ മുതലുള്ള പ്രഭാഷണങ്ങളെല്ലാം തന്നെ അവസാനത്തെ ദിവസം ഒഴിച്ച്. അതിൽ ചില സ്തുതികൾ വലുതാണ്, ചില സ്തുതികൾ ചെറുതാണ്.
ചില ആൾക്കാർക്ക് ഒന്നിലധികം തവണ ഭഗവാനെ സ്തുതിക്കാൻ പറ്റും. ബ്രഹ്മാവിന് പലതെങ്കിലും ഒന്ന് ഭഗവാനെ സ്തുതിക്കും. ഗർഭസ്ഥനായ ബ്രഹ്മാവ് സ്തുതിക്കും. ബ്രഹ്മമോഹനത്തിന് അവിടെ വന്നിട്ട് ബ്രഹ്മാവ് സ്തുതിക്കും. അക്രൂരൻ ഒന്നിലധികം തവണ ഭഗവാനെ സ്തുതിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. പിന്നെ അങ്ങനെ ദേവന്മാരോ മനുഷ്യന്മാരോ അങ്ങനെയല്ല. ഗജേന്ദ്രനായ ഗജേന്ദ്രൻ, ഒരു മൃഗം, അതിനും ഭഗവാനെ സ്തുതിക്കാൻ അവസരം കിട്ടി. ഭഗവാന്റെ ആയുധമായ സുദർശനത്തിനും ഭഗവാനെ സ്തുതിക്കാൻ ഒരവസരം കിട്ടി. ജ്വരസ്തുതി, രണ്ട് ജ്വരങ്ങൾ തമ്മിൽ ഏറ്റുകൊള്ളുമ്പോൾ അവിടെയും അവിടെ ഒരു സ്തുതിയുണ്ട്. ഇതും ഭാഗവത്തിന്റെ അകത്താണ്. ഏതൊരു സ്തുതി അല്ലെങ്കിൽ ഉപദേശം ഭാഗവത്തിൽ കാണുന്നത് രണ്ട് കാര്യം മുൻനിർത്തിയാണ്. ഇതൊക്കെ നമ്മൾ ജനറലി മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, സ്തുതിക്കുന്നതിന്റെ ലക്ഷ്യം. ഇപ്പൊ ജ്വരസ്തുതി, അവിടെ സ്തുതിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. സുദർശന സ്തുതിയിൽ ഒരു ലക്ഷ്യമുണ്ട്. ഗജേന്ദ്രൻ സ്തുതിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഒന്ന്. പിന്നെ രണ്ട്, സ്തുതിക്കുന്ന ആളുടെ പാകത. ഇപ്പൊ ഗജേന്ദ്രൻ ഒരു പ്രത്യേകിച്ചൊരു പാകത വന്നിരുന്നു സ്തുതിക്കുന്ന നേരത്ത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടില് ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്നുണ്ട്, 2 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 5 വയസ്സായ കുട്ടി, അതിനോട് പറയുന്ന രീതി അല്ലല്ലോ മുതിർന്ന ആൾക്കാരോട് പറയാം. അപ്പൊ ഈ സ്തുതി കേൾക്കുന്ന ആ ആളുടെ പാകത അനുസരിച്ച് സ്തുതിയിലും മാറ്റം വരും. അപ്പൊ സ്തുതി പല സ്വഭാവത്തിൽ വരുന്നു. എല്ലാം അദ്വൈതാത്മകമായ സ്തുതികളാണെങ്കിലും സ്തുതിയുടെ ആ നേച്ചർ ഓഫ് ദ സ്തുതി, ആ സ്തുതിയുടെ ഒരു കണ്ടന്റിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്തുതിയുടെ വിസ്താരത്തിലും സ്വഭാവത്തിലും മാറ്റം വരും. അപ്പോ ഈ മാറ്റം വരുന്ന പറഞ്ഞാൽ മാറ്റം എന്തുകൊണ്ട് വരുന്നു വെച്ചാൽ മായാമോഹ ബദ്ധന്മാരുടെ മാകാരാത്മജ വിത്തബന്ധുഷു സംഗോയജിസ്യാൽ ഭഗവത് പ്രിയേഷു എന്നൊക്കെ ഭാഗത്തിന്റെ അടുത്ത് തന്നെ ശ്ലോകമാണ്. അതൊക്കെ വീട്, കുട്ടി, എൻ്റെ വാഹനം, സ്വത്ത്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് കെട്ടുകെട്ടിൽ നടത്തുന്ന നമ്മളോട് ഒരാൾ വന്നിട്ട് തത്വമസി, അത് നീ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അവരുടെ കഥകളും ഉപകഥകളും ഒരിക്കൽ പറഞ്ഞാൽ പോരാ, വീണ്ടും 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 പറയണം. അതുകൊണ്ടാണ് ഈ സ്തുതികൾക്ക് പ്രാധാന്യത്തോടു കൂടി നമ്മളിതിനെ കൊണ്ടു നടക്കുന്നത്. ഇനി ഇത്രയൊക്കെയാണ് ചുരുക്കത്തിൽ ഭാഗവത്തിന്റെ അകത്തുനിന്ന് നമ്മൾ നേടേണ്ട കാര്യങ്ങൾ. ഇനി വളരെ വേഗത്തിൽ നമുക്ക് ഈ പത്മപുരാണത്തിലുള്ള ഈ 6 അധ്യായങ്ങളിലുള്ള കഥ വളരെ ചുരുക്കത്തിൽ, കാരണം അത് കഴിഞ്ഞിട്ട് ധർമ്മമഹർഷി പറഞ്ഞ ഈ അകത്ത് കിടന്ന് കിട്ടുന്ന അനർഘരത്നങ്ങൾ, ഈ 12 സ്കന്ധത്തില് 18,000 ശ്ലോകത്തിൽ നമ്മൾ നാളെ മുതൽ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ടല്ലോ. ഇതിന്റെ അകത്ത് അവിടെ ഭാഗവത്തിന്റെ മാഹാത്മ്യം ഒളിഞ്ഞൊളിഞ്ഞ് കിടക്കുന്നു. അതിനെക്കുറിച്ച് മാഷ് പറഞ്ഞ എന്താ വെച്ചാൽ അത് നമുക്ക് എന്താന്ന് നോക്കാം. ഇവിടെ ആദ്യം, കാരണം ഇത് പറയാതെ നിവൃത്തിയില്ല. ഇത് ആദ്യത്തെ പത്മപുരാണത്തിലെ മാഹാത്മ്യത്തിലെ അധ്യായം, 1-ാമത്തെ അധ്യായത്തിലെ ലോകക്ഷേമത്തിനായിട്ട് നാരദര് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അങ്ങനെ യമുനാതീരത്തിലെത്തി. അവിടെ യമുനാതീരത്തിൽ ഒരു സുന്ദരിയായ തരുണീരത്നം സങ്കടപ്പെട്ട് കരയുന്നു. അപ്പോൾ അവിടെ മാത്രമല്ല, ഈ സുന്ദരി തരുണീരത്നത്തിന്റെ പരിസരത്ത് 2 വൃദ്ധരായ ആൾക്കാരിരിക്കുന്നുണ്ട്. അവർക്ക് മോഹാത്സ്യമാണ്. അവർ ഒന്ന് ജലയും മറ്റൊന്ന് നരയുമാണ്. അപ്പൊ അവരോട് നാരദർ ചോദിക്കുന്നു, ഭവതി ആരാണെന്ന്. നമുക്ക് വേണ്ടി ചോദിക്കാം, ഭവതി ആരാണ്? അപ്പോൾ ഈ സുന്ദരിയായ തരുണി പറയുന്നു, ഞാൻ ഭക്തി എന്നാണ് എൻ്റെ പേര്, ഇവരെൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ ഇവരാണിപ്പോൾ വൃദ്ധരായവര്. ഒന്ന് ജ്ഞാനമാണ്, മറ്റേത് വൈരാഗ്യമാണ്. ഇവരുടെ യൗവനം ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇവരുടെ യൗവനവും ആരോഗ്യവും ഒന്ന് തിരിച്ചു കിട്ടാൻ എന്താ വഴി എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഞാനിരിക്കുന്നു. ഇത്രയായപ്പോൾ നാരദർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പുത്രന്റെ സമീപത്ത് പോയിരുന്ന് വേദം, ഉപനിഷത്ത് എല്ലാം ഒന്ന് ചൊല്ലി നോക്കി. ആ പണ്ഡിതനാണ്, ബ്രഹ്മാവിന്റെ പുത്രനാണ്. ഒരു കാര്യമില്ല, ഇവരൊക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കി, ഇത് വീട് കണ്ട പഴയ മാതിരി. അപ്പോൾ ഉടനെ ഒരു അശരീരി വന്നു. അശരീരിയിൽ പറഞ്ഞു, ഹേ നാരദരെ, അങ്ങയുടെ ഉദ്യമം സഫലമാകണമെന്നുണ്ടെങ്കിൽ അങ്ങൊരു സത്കർമ്മം ചെയ്യണം, ഒരു സത്കർമ്മം ചെയ്യണം. അപ്പൊ എന്താണ് സത്കർമ്മം ചെയ്യേണ്ടത് എന്ന് അങ്ങ് സജ്ജനങ്ങളോട് പോയി ചോദിക്കൂ. അപ്പൊ ആരാണ് സജ്ജനം? ഈ സജ്ജനങ്ങളെ എവിടെ കാണാൻ പറ്റുക? സത്തായ ജനങ്ങളെ. അപ്പൊ തീർച്ചയായിട്ടും നാരദര് ഉടനെ ബദരികാശ്രമത്തിൽ പോയി. ആ ബദരികാശ്രമത്തിൽ പോയപ്പോൾ അവിടെ യാദൃശ്ചികമായിട്ട്, യാദൃശ്ചികം എന്ന് പറഞ്ഞതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. യാദൃശ്ചികമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛയാണ് ഇന്നാള് കാണുന്നത്. അപ്പൊ അങ്ങനെ അവിടെ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ സനകാദി മഹർഷിമാര്, അവരും ബ്രഹ്മപുത്രന്മാർ തന്നെയാണ്, അവരെല്ലാവരും അവിടെ വന്നിരുന്നു. അപ്പൊ ആ സനകാദി സഹോദരന്മാർ പറഞ്ഞു, അതെ സഹോദരനാണല്ലോ നാരദൻ,
ഒരു വഴിയുണ്ട്. അതെന്താ വഴിച്ചാൽ ശ്രീമദ് ഭാഗവതം ഒരു യജ്ഞമായിട്ട് നടത്തണം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യാസഭഗവാനെ ഒരു സങ്കടം ഉണ്ടായിരുന്നത് മാറിയത് ശ്രീമദ് ഭാഗവതം എഴുതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു യജ്ഞമായിട്ട് നടത്തും. അപ്പൊ യജ്ഞമായിട്ട് നടത്താൻ തീരുമാനമായി. നാരദർ അവിടുന്ന് അപ്പൊ അവിടെ വെച്ച് യജ്ഞം നടത്താൻ നോക്കിയില്ല. അവിടെ നരനാരായണ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്ന സ്ഥലമാണ്. പരസ്പര തപസ്സമ്പദ്ഭരായില്ല പരസ്പരന്മാരായിട്ടാണ്. അതൊരാള് യുദ്ധം ചെയ്യുമ്പോൾ മറ്റേയാള് തപസ് ചെയ്തിട്ട് അങ്ങനെയാണ് അത്. പര്യായ നിർമ്മിത തപസ്സമരാധിദേവേ എന്ന് നാരായണീയം. ഒരാള് തപസ് ചെയ്യുമ്പോൾ മറ്റേ ഒരാളൊരു ശ്ലോകം വായിക്കുമ്പോൾ മറ്റേ ആളടുത്ത് ശ്ലോകം വായിക്കാം. അല്ല, അതിനൊരു വിധിയില്ലെന്ന് പറയാൻ നമ്മളങ്ങനെയാണല്ലോ വായിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ നാരദര് അവിടുന്ന് ബദരിൽ നിന്ന് ഹരിദ്വാറിലേക്ക് വന്നു. ഗംഗാതീരമാണ്. ആ ഗംഗാതീരത്ത് സപ്താഹം തയ്യാറാക്കി. ആ സപ്താഹത്തില് ആരാണ് വക്താക്കള്? സനകാദികളാണ്. ആരാണ് മുഖ്യ ശ്രോതാവ്? നാരദരാണ്. സഹോദരന്മാരാണ്. എന്നാലും ഒരാള് വക്താവ്, ഒരാള് ശ്രോതാവ് എന്നുള്ള രീതിക്ക് നിന്നു. അപ്പോ അവിടെ അത്ഭുതം. അവിടെ അങ്ങനെ സപ്താഹം തുടങ്ങുന്ന സമയമായപ്പോ അവിടെ ഒരു ചെറിയ പാട്ട് കേൾക്കുകയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അത് ഭക്തിയാണ് പാടിക്കൊണ്ട് വരുന്നത്. ഭക്തി അവിടെ നർത്തനം ചെയ്തുകൊണ്ട് വന്നു. എവിടെ ഇരിക്കണം ചോദിച്ചു. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരുന്നു. അങ്ങനെ ഇത് വളരെ ഈ ഭാഗവതമാണ് മുഖ്യമായ മാർഗം എന്ന് പറയാൻ തന്നെ കാരണം വ്യാസഭഗവാന് മനസ്സമാധാനം ലഭിച്ചത് കൊണ്ടാണ് എന്ന് വീണ്ടും പറഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യായം വരുമ്പോൾ എല്ലാവരും തയ്യാറായിട്ടിരുന്നു. ഇതിന് മൂന്നാമത്തെ അധ്യായത്തിന്റെ പേരിന് ഭക്തി കഷ്ട നിവർത്തനം എന്നാണ്. മാഹാത്മ്യത്തിലെടുത്ത് നോക്കിക്കോളൂ. ഭക്തി കഷ്ട നിവർത്തനം. അപ്പൊ ഭക്തിയാഹ കഷ്ട നിവർത്തനം, ഭക്തിയുടെ കഷ്ടത്തിനെ ഇല്ലാതെയാക്കിയെന്നും ഭക്തിയെ കൊണ്ട് ഭക്തി വഴിക്ക് കഷ്ടനിവർത്തനം എന്ന് രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇവിടെ എത്തിയപ്പോ ഒരു സപ്താഹമായിട്ട് നടത്തുമ്പോൾ അവിടെ പല ആൾക്കാരും വന്നു. ഭൃഗു, വസിഷ്ഠൻ, ഗൗതമൻ, മറ്റ് അനേകം മഹർഷിമാരെ, അനേകം ജീവാത്മാക്കള്, ഇവിടെ വലിയ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് സപ്താഹത്തിന് അധ്യാത്മദീപം അതിതീർഷതാം തമോ. ഒരു അധ്യാത്മദീപത്തിനെയാണ് ഇവിടെ കൊളുത്തി വെക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു അധ്യാത്മദീപത്തിനെയാണ് നമ്മളിവിടെ കൊളുത്തി വെക്കുന്നത്. അപ്പൊ ആ വിളക്കില് അനവധി ജീവാത്മാക്കൾ വന്നിരിക്കുന്നത്ര. പ്രത്യക്ഷമായിട്ടൊരു രൂപമെടുക്കാൻ പറ്റാത്ത അനവധി ജീവാത്മാക്കൾ, എവിടെയെങ്കിലും ഒരു സപ്താഹം കേട്ട് ഇതിനോടുകൂടി മോക്ഷമടയാം എന്ന് വിചാരിക്കുന്ന അനവധി ജീവാത്മാക്കൾ വിളക്കിൽ വന്നിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മഹർഷിമാർ. അങ്ങനെയുള്ള ദിക്കിൽ വെച്ച് നടത്തി. അപ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 11,000 ഗ്രന്ഥത്തിൽ 12 സ്കന്ധങ്ങളില് ഇതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തോടുകൂടി മക്കൾ രണ്ടുപേരും സമ്പന്നരായി. ഭക്തി അവിടെ എന്നിട്ട് ഈ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇരിക്കാൻ പറഞ്ഞതോടുകൂടി അവിടെ ഇരുന്നു. ഈ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തി പ്രകാശിച്ചപ്പോ സനകാദികൾ പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മഹത്യാദി പാപം ചെയ്തവർക്ക് പോലും സപ്താഹ ശ്രവണം കൊണ്ട് പരിശുദ്ധി കിട്ടും. അതുകൊണ്ട് വിശ്വസിച്ച് കേട്ടോളൂ. അപ്പൊ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ചെയ്തവർക്ക് പോലും സപ്താഹം കേട്ടാൽ അവർക്ക് പരിശുദ്ധരാവുമോ? എന്നാ അതിനൊരു കഥയുണ്ടായെന്ന് പറഞ്ഞിട്ടാണ് ആത്മദേവന്റെ. അപ്പൊ കഥയുടെ അകത്ത് കഥ അതിൽ തന്നെ പറഞ്ഞല്ലോ, കഥകളും ഉപകഥകളുമായിട്ട് ഇത് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് അത് കയ്യിൽ വിട്ട് പോവാതിരിക്കാനാണ്. അപ്പൊ അങ്ങനെ ഉടനെ ആത്മദേവൻ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പണ്ഡിതനാണ്, വേദവേദ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം ദുൽധുലി എന്നൊരു സ്ത്രീയെ വിവാഹം കിട്ടു. ദുൽധുലിക്ക് അവിടെ തന്നെ പറയുന്നത് പരദൂഷണക്കാരി ആണ്. പരസ്വഭാവ കർമാണി പ്രശംസേ ഗർഹയെ എന്ന് പിന്നീട് ഭാഗവതത്തിന്റെ അകത്ത് വരുന്നു. അപ്പോൾ കുട്ടികളില്ല, അനവധികാലം അനവധി സത്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടികളില്ല. അതുകൊണ്ട് ആത്മദേവൻ ദുഃഖം കൊണ്ട് കാട്ടിൽ പോയിട്ട് യാദൃശ്ചികമായിട്ടൊരു സന്യാസിയെ കണ്ടു. വീണ്ടും എതിർച്ച തതിച്ച. അപ്പൊ സന്യാസി എന്താ സങ്കടം? സന്താനമില്ല. അതുകൊണ്ട് പിതൃക്കൾ പത്നിയാണ്. അപ്പോ ഈ സന്യാസി പറഞ്ഞു, അതുകൊണ്ട് വിഷമിക്കരുത്, എത്രയോ ആൾക്കാർക്ക് മക്കളില്ലാതുണ്ടല്ലോ. സകല മഹാരാജാവിന് 60,000 കുട്ടികളുണ്ടായിട്ട് അവരൊക്കെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമായി പോയതല്ലേ. സകലൻ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട രാജാവാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ വംശം. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും പക്ഷെ ഇതൊന്നും അനുഭവിക്കണമെന്നല്ലേ അതിന്റെ വേദന അറിയുള്ളൂ.
ഇതുകൊണ്ടൊന്നും ആത്മദേവന് മനസ്സിന് സന്തോഷമില്ല. പറഞ്ഞു നോക്കി ഈ സന്യാസി ഈശ്വരഭജനം ചെയ്യൂ. അതുകൊണ്ട് അതാണ് മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടതായത് ഈശ്വരഭജനമാണ് ആത്യന്തികമായിട്ട്. അത് കൂട്ടാക്കിയില്ല. ആത്മദേവൻ വാശി പിടിച്ചു. അപ്പൊ യോഗി അവസാനം നിർബന്ധം സഹിച്ചു വയ്യാതെ യോഗിയുടെ മുമ്പിൽ വെച്ചിട്ട് ജീവൻ കളയുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അപ്പം എന്നാൽ യോഗി ഒരു പഴം കൊടുത്തു. ആ പഴം കൊണ്ടുപോയിട്ട് പത്നിക്ക് കൊടുത്തു. അപ്പൊ പത്നി യഥാകാലം ഗർഭിണിയാവും. അപ്പോൾ അതൊരു കുട്ടി ഉണ്ടാവും അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആത്മദേവൻ ആ പഴം കൊണ്ടുവന്നു. പത്നിയുടെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പത്നിയുടെ സ്വഭാവത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ, ഇനി പറയില്ല. അപ്പൊ പത്നി എന്ന് വെച്ചാല് അവരുടെ വക്രബുദ്ധി കൊണ്ട് അത് എന്ത് വെച്ചാൽ അത് സഹോദരിക്ക് കൊടുത്തു. സഹോദരി അപ്പം തന്നെ ഗർഭിണിയായിരുന്നു. സഹോദരി പറഞ്ഞു എൻ്റെ കുട്ടി കൊണ്ടുവന്നാൽ അതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു തരാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ പശുവിന് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഓൾറെഡി പത്നിയുടെ സഹോദരി അതിനെ കഴിക്കാൻ കൂട്ടാക്കിയില്ല. ആർക്കറിയാം ആരുടെ സുഹൃത്തം ഇവിടെ നിന്ന്. അതുകൊണ്ട് ആ തൊഴുത്തില് പ്രസവിക്കാതെ നിൽക്കുന്ന മച്ചിപ്പശുവിന് അവസാനം ഈ മാമ്പഴം, ഈ പഴം ഏതായാലും ശരി അത് കിട്ടി. അപ്പൊ ഒരേ കാലത്ത് ഇവിടെ ഈ ആത്മദേവന്റെ പത്നിയുടെ സഹോദരി അവിടെ ഗർഭം വളർന്നു വന്നു. ഇവിടെ ഈ പശുവിന്റെ ഗർഭം വളർന്നു വന്നു. യഥാകാലം രണ്ടുപേരും പ്രസവിച്ചു. ഈ ആത്മദേവനാണെങ്കിൽ ഇതൊന്നും അറിയണില്ല. അദ്ദേഹം ചിലപ്പോൾ കുട്ടി വരുന്നു. അപ്പൊ പിന്നെ വളരെ സന്തോഷമാവാം. പരബ്രഹ്മൻ തന്നെ വീടിന്റെ അകത്ത് ഓടി നടക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം പ്രസവിച്ചു. രണ്ടുപേരും പ്രസവിച്ചു. അനുജത്തി ദുന്ധുകാരി എന്ന മകനെ പ്രസവിച്ചു. പശു ചെവി മാത്രം പശുക്കളെ പോലെയുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെ, അത്ഭുതകരമായ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. ധൈനുജൻ ആയതുകൊണ്ടാണ്, പശുവിന് ജനിച്ചത് കൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. അത് മാത്രമല്ല നല്ല ശ്രവണമാണത്ര. കേട്ട് 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 മനസ്സിലാക്കാനുള്ള കഴിവും കൂടുതലാണ്. അപ്പോൾ വലിയ ചെവി, ധാരാളം കേൾക്കാൻ. എനിക്ക് കേൾക്കാൻ കുറച്ച് കഴിഞ്ഞാൽ പൃഥ്വി മഹാരാജാവിന്റെ കഥ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ 1000 ചെവി തരുന്ന, 1000 ചെവിയല്ല, 1000 ഫിസിക്കലി ചെവിയല്ല, 1000 വിവിധമായ ആൾക്കാർ പറയുന്ന കഥകളെ എനിക്ക് കേൾക്കാനുള്ള യോഗം തരണേ. അതാണ് പ്രാർത്ഥിച്ചത്. എന്തായാലും 2 കുട്ടികളും വളർന്നു വന്നു. ഗോകർണൻ സദ്ഗുണ സമ്പന്നൻ, പശുവിന് ജനിച്ചതാണെങ്കിലും ദുന്ധുകാരി അമ്മയുടെ സ്വഭാവം എന്താ വെച്ചാൽ അതേമാതിരി വളർന്നു വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാതെയായി. ആർക്ക്? ഇവരുടെ ശല്യം, മകന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയായി. ആത്മദേവന് ആദ്യം തന്നെ ഭക്തി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ട ജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ ജ്ഞാനം ഉണ്ടാവാൻ ഭഗവാൻ എത്തിച്ചു കൊടുത്തതാണ് ഗോകർണനെ. പിന്നെ വേണ്ട വൈരാഗ്യം ഉണ്ടാവാൻ എത്തിച്ചു കൊടുത്തതാണ് മകനായ ദുന്ധുകാരി. അപ്പോ ഓൾറെഡി ജ്ഞാനം അകത്ത് കിടക്കുന്ന ആത്മദേവൻ ഈ ജ്ഞാന വൈരാഗ്യങ്ങളും കൂടി വന്നപ്പോ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്ന് വെച്ച് വീണ്ടും പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഗംഗാതീരത്തെത്തി ഭാഗവതം ദശമസ്കന്ധം മാത്രം നിത്യപാരായണമായി അനവധി കാലം ഭഗവാനെ ദശമസ്കന്ധം പാരായണം ചെയ്ത് മോക്ഷമടഞ്ഞു. ഇങ്ങനെ ആത്മദേവന്റെ കഥ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ദുന്ധുകാരി എന്നല്ലോ. ആത്മദേവൻ പോയി ദുന്ധുകാരി പിന്നെ കിട്ടിയത് അമ്മയാണ്. അമ്മയെ നന്നായിട്ട് ദ്രോഹിച്ച് അമ്മ ഒരു കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. പിന്നെ അമ്മ മരിച്ചപ്പോൾ പിന്നെ ശ്രദ്ധ ബാക്കിയുള്ള സ്ത്രീകളുണ്ടായി. അവിടെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധമായി. അപ്പൊ അവർക്ക് കാശ് വേണം പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ കയറി മോഷ്ടിച്ചു. കൊട്ടാരത്തിൽ കയറ്റി രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി അവിടുത്തെ രത്നങ്ങളൊക്കെ മോഷ്ടിച്ചാൽ എന്താവും? അവിടെ നിന്ന് ആൾക്കാർ വന്ന് പിടിക്കുന്ന ഒരു സ്ഥിതിയായപ്പോ ഈ സ്ത്രീകൾ തന്നെ ദുന്ധുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന് അത് കിണറ്റിൽ അവർ എണ്ണിക്കണ്ടു. നോക്കണേ, അമ്മയും മകനും 2 പേർക്കും അങ്ങനെ ദുർമരണം. അങ്ങനെ ദുന്ധുകാരി പ്രേതമായിട്ട് ഇങ്ങനെ അലഞ്ഞു നടന്നു. ഇതിനിടയിൽ ഗോകർണൻ സദ്വൃത്തനായിരുന്നു. നല്ല ചിന്തകള്, ഈശ്വര വിചാരം, ഈശ്വരനാമങ്ങളാണ് എപ്പോഴും ആകെ. അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോയി. കാരണം വീട്ടിലത്തെ ചുറ്റുപാടാകെ വളരെ മോശമാണ്. അങ്ങനെ ഗയയിലെത്തി. പ്രയാഗരാജ്, ഇപ്പൊ കുംഭമേളയൊക്കെ നടന്നില്ലേ, അവിടെയൊക്കെ പോയി വളരെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെ സഹോദരൻ അപകട മരണമൊക്കെ ആയല്ലോ, അതിനൊക്കെ വേണ്ട പ്രായശ്ചിത്തം ചെയ്ത് വീണ്ടും പഴയ വീടിന്റെ ഉമ്മറത്ത് വന്ന് ഉമ്മറത്തിന്നേര് കിടന്നുറങ്ങുമ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല. പല രൂപത്തില് ഓരോ വേഷങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നതിന്റെ തപശക്തി കൊണ്ട് എന്താന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹമാണ് ദുന്ധുകാരിയാണ്. ഞാൻ നല്ല സഹോദരനാണ്, എനിക്ക് ഗതിയില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്.
അപ്പൊ ഈ ഗതി ഉണ്ടാവാൻ ഗയാശ്രാദ്ധമൊക്കെ കൂട്ടി എല്ലാം ചെയ്തു, ഇന്നത്തെ ഒരു ഗതിയില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു ഗതി ഉണ്ടാവാൻ എന്താ വേണ്ടത്? അപ്പോ ഗോകർണന് അത്രയ്ക്ക് തപശക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് വെച്ചാല് സൂര്യഭഗവാനോട് പറഞ്ഞത്ര പിതാപുത്രേഭ്യോ യഥാ, അച്ഛൻ മകന പറഞ്ഞു കൊടുക്കുന്ന മാതിരി സൂര്യഭഗവാനെ അവിടെ നിൽക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സൂര്യഭഗവാനെ നിൽക്കൂ, ഞാൻ ആദ്യം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാര് ദക്ഷിണായനം തങ്ങണതിന് മുമ്പ് യാത്ര ചെയ്യുന്നു. അതേപോലെ ഗോകർണൻ സൂര്യഭഗവാൻ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്താത്ര നിൽക്കുക. അതുകൊണ്ട് അത് ധൃതിസൂര്യ ആദിത്യം എന്നാണ് പേര്. വാസ്തവത്തെ നമ്മൾ പറയും. ധൃണി എന്ന് പറഞ്ഞാൽ കരുണയുള്ളതെന്നാണ് അർത്ഥം. ധൃണി എന്നുള്ള വാക്കിന് സൂര്യന് മാത്രമാണ്. അത്ര കരുണയാണ്. ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളോട് കരുണ, അത്രയും കരുണയുണ്ട് ഭഗവാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഒരു നിർത്തിയാലോ ഇയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് കേൾപ്പിക്കൂ. അപ്പൊ ശരി, സപ്താഹമായിട്ട് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സപ്താഹം തുടങ്ങി. അപ്പൊ അവിടെ ഒരു വീട്ടുകാരി അവിടെ പ്രേതരൂപത്തിൽ വന്നു. രൂപം ദേഹമില്ലല്ലോ. അപ്പൊ അവിടെ 7 കമ്പുള്ള ഒരു മുളയിൽ അതിനെ ആവാഹിച്ചിരുത്തി ഓരോ ദിവസം സപ്താഹം അതിഗംഭീരമായിട്ടാണ് ഗോകർണന്റെ സപ്താഹം. അപ്പൊ ഓരോ കമ്പായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ സപ്താഹം സമാപിച്ച ദിവസം ഈ മുളയിലുള്ള ബന്ധുകാരി പ്രേതരൂപത്തിലുള്ള ശ്രദ്ധയുടെ സാന്ദ്രത നിമിത്തം മനനം തശൃണ്വൻ വിപഠൻ വിചാരണപര ഭക്തിയ വിമുച്യേ നര എന്ന അവസാനം നമ്മൾ വായിക്കും ഈ ഭാഗവത അവസാനിക്കുമ്പോൾ. അപ്പൊ തശൃണ്വൻ വിപഠൻ വിചാരണപരനായിട്ട് ദുന്ധുകാരി അവിടുന്ന് മോക്ഷം കിട്ടിപ്പോയി. അപ്പൊ അപ്പൊ ബാക്കിയുള്ളവർക്ക് അപ്പൊ ഞങ്ങൾക്കോ ഈ സംഭവം, ഈ സപ്താഹം സമാപിച്ച ദിവസമാണ് കർക്കടക മാസത്തിൽ ശുക്ലപക്ഷം. കർക്കടക മാസത്തിൽ ശുക്ലപക്ഷത്തില് ഇപ്പൊ ശുക്ലപക്ഷം അല്ല, എന്നാലും സപ്താഹം നടക്കുന്നതിന് ഇപ്പൊ നമ്മൾ സപ്താഹം നടക്കുന്നതിന്റെ ഒരു റെലവൻ കർക്കടക മാസത്തിലാണ് നടന്നത്. അതുകൊണ്ടാണ്. അപ്പോ ശ്രവണത്തിൽ നിന്ന് മനനമുണ്ടാവണം. ആ മനനത്തിൽ നിന്ന് അതുകൊണ്ട് ആ മനനം കൊണ്ട് ദുന്ധുകാരിക്ക് മോക്ഷം പ്രാപിച്ചു. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല. ബാക്കിയുള്ള കുറെ പേര് കേട്ടില്ലായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിച്ചപ്പോ അവിടെ അതപ്പോ എല്ലാവർക്കും ദുന്ധുകാരിക്ക് മോക്ഷം കിട്ടിയത് കണ്ടോണ്ടിരുന്ന ആൾക്കാരല്ലേ. അവരെല്ലാവരും കുറച്ചുകൂടി ഉച്ചയ്ക്ക് നല്ല ശ്രദ്ധയോടുകൂടി ഇന്ന് അതൊക്കെ വായിച്ച് കേട്ടു. ഒരു ശ്രാദ്ധത്തിന് വേണ്ട എല്ലാ അംഗങ്ങളോടും കൂടി കേട്ടോ. അപ്പൊ പൂജ, കീർത്തനങ്ങള്, നാമജപം, ഇതൊക്കെ അതിന്റെ അംഗങ്ങളാണ്. അംഗങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇത് ചെയ്തതുകൊണ്ട് അവർക്ക് ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷമായി. ഈ മാഹാത്മ്യം കേട്ടാൽ തന്നെ പാപങ്ങൾ തീരുന്നു പറഞ്ഞു. ഈ ഭാഗവതം കേട്ടിട്ടുമില്ല, നാളെ മുതൽ വേറെ എവിടെയെങ്കിലും പോവാം. എന്നാൽ രക്ഷപ്പെടുന്ന ഒരു അധ്യായം വായിച്ചത് എല്ലാ അധ്യായം വായിക്കേണ്ടതാണ്, നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ സനൽകുമാരൻ ശ്രീനാരദർക്ക് ഈ സപ്താഹ വിധി അതിപ്പോ ഇത്രയും കൊണ്ട് 5 അധ്യായങ്ങൾ വരെയുള്ള കഥ കഴിഞ്ഞിട്ടോ. ഇനി 6ാമത്തെ അധ്യായത്തിലാണ് ഇതിന്റെ വിധികൾ പറഞ്ഞത്. കാരണം ഇതിന്റെ ഈ വിധി എന്തിനാ പറഞ്ഞാല് ഇതിന്റെ ഈ മൂലപാരായണം ആണ് ഇതിന്റെ അങ്കി. അതാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ അതിന്റെ സബോർഡിനേറ്റ്സ് ആണ്. മൂലപാരായണത്തിൽ ഇങ്ങനെ ഓരോ വാക്കും ഓരോ മന്ത്രം പോലെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ ശ്രദ്ധിച്ച് കാരണം പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പരോക്ഷമായിട്ടും അർത്ഥങ്ങളുണ്ട് ഓരോ വാക്കുകൾക്ക്. അപ്പൊ അതിന് സപ്താഹത്തിന് എങ്ങനെയാ അത് നടത്തേണ്ടത്, ഇത് സഹായിക്കാൻ ആള് വേണം. അപ്പൊ കന്നിമാസത്തില് നഭസ്യം എന്ന മാസത്തിന് പേര് വളരെ ശ്രേഷ്ഠമാണ്. ഈ ശ്രീഹരി തന്നെ ബ്രഹ്മാവിന് അത്ര ബുദ്ധിയായിരുന്നു ബ്രഹ്മാവിന്. അപ്പൊ 4 ശ്ലോകം വെക്കുന്നു. അതാണ് ചതുശ്ലോകി ഭാഗവതം. നമുക്കായിരുന്നുണ്ടായി. പിന്നെ എന്തിനാ ബ്രഹ്മാവ് നാരദന് എത്രയോ ശ്ലോകങ്ങളാ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ നാരദന് 4 ശ്ലോകത്തിൽ പറഞ്ഞുകൂടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ, മതി. ഏതാവതേവ ജിജ്ഞാസ്യം, ഇത്രേ വേണ്ടൂ. അഹമേവാസമേവാഗ്യം ഏതാവതേവ ജിജ്ഞാസ്യം, ഇത്ര മതി, ഇത്ര അറിയണ്ടൂ എന്ന് പറഞ്ഞു. അത് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ എത്ര ശ്ലോകമായി എനിക്കറിയില്ല, അനുഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും നാരദര് അടുത്ത ആൾക്ക് വ്യാസന് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെയും കൂടി. കാരണം വ്യാസനാകെ കൂടി മെലങ്കടി ഡെസ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടത്? മഹാഭാരതം 1,00,000 ശ്ലോകത്തിലൊക്കെ എഴുതി എന്നിട്ടും മനസ്സിൽ ശാന്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യാസന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ വീണ്ടും ശ്ലോകം തോന്നി. വ്യാസന് അത് കുറച്ചൊരു പൂർണ്ണ ബുദ്ധിയാണ് ശ്രീശുക്ര മഹർഷി. അവിടെ പറഞ്ഞപ്പോ വീണ്ടും കുറെ ശ്ലോകം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വ്യാസനെയാണ് അതിന് എഴുതുന്നത്.
ആചാര്യന്മാരുള്ളത് ഈ സ്ഥൂലൻ ശൗനകാദികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാ പിന്നീട് എഴുതിയതാണ്. അവനും തന്നെയാണ് ഇതിന്റെ സ്രഷ്ടാവ്. പക്ഷെ എന്നാലും ആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ വൈദഗ്ധ്യം കേട്ടപ്പോൾ എഴുതി വെക്കേണ്ടതാണല്ലോ. പിന്നീട് ഭാരതത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അതൊരു ഉപയോഗമാവല്ലോ എന്ന് തോന്നിയിട്ടാണ് പിന്നീട് എഴുതിയത്. അങ്ങനെ ഈ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരമ്പര. അപ്പൊ വീണ്ടും ശ്ലോകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടുവന്നു. ഈ അവധൂതനെ സപ്തമസ്കന്ധത്തിൽ നിന്നൊക്കെ വരും. യദുമഹാരാജാവിന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കത്തിലാണ്. ആകെ 2 ഗുരുനാഥന്മാരെ വേണ്ടു. പക്ഷെ ഏകാദശത്തിൽ വരുമ്പോഴേക്കും ഈ 2 ഗുരുനാഥങ്ങൾ തന്നെ 24 ഗുരുനാഥന്മാരൊക്കെ. നമുക്ക് 24 അല്ല 240 ഗുരുനാഥന്മാരെ കിട്ടിയാലും നമ്മൾ എന്നെ തള്ളണ്ട. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ അത് അത്ര കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ആ 4 ശ്ലോകം. നമ്മളൊന്നും അത്ര കൂർമ്മ ബുദ്ധി ഇല്ലാത്തവരല്ലേ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടിച്ച് പരത്തി വൺസ് അപ്പോൺ എ ടൈം ഇവിടേക്ക് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒക്കെ അങ്ങനെ പറഞ്ഞാലേ നമുക്കിത് കേട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ട തത്തുല്യനായ ഒരു ഉപഭക്താവിന് വേണം, ഒരു എക്സ്പെർട്ട് പാനൽ. അത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് പാനൽ അറിയുന്ന ആൾക്കാരുണ്ടാവണം. അതേമാതിരി ആൾക്കാർ വേണം അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു വിഘ്നേശ്വര പോലെ അന്ന് രാവിലെ ഇവിടെ നടക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വായിച്ചില്ലേ സംസാര സാഗരേ മന്ദിരം ശ്രീമദ് ഭാഗവതാഖ്യോയം മനോരഥോമതീയോയം ശിവരൂപ പ്രബോധന എന്നുള്ളത് മിനിമം ഇതെങ്കിലും ജനനം, കീർത്തനങ്ങൾ പാടണം, മനസ്സിലെ വൈരാഗ്യം, വിവേകം, ഇതൊക്കെ തന്നെത്താൻ അകത്ത് വരണം. ഇതൊക്കെ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒരു ടീച്ചർ പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് അവനവന് അനുഭവത്തിൽ വരണം. ഇറ്റ് ഹാസ് ടു ബി ഇൻസ്പയർഡ് ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞത് കർമ്മമാണ്. ഇറ്റ് ഹാസ് ടു ബി ഇൻസ്പയർഡ് ഫ്രം വിത്തിൻ. ഇപ്രകാരമെല്ലാം നാരദർ സപ്താഹം കേട്ടു. അപ്പൊ അവിടെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷമായി. അത് പ്രത്യക്ഷമായി ശ്രീകൃഷ്ണ ഭഗവാൻ. ഇതിനൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ, പാർവതി പരമേശ്വരന്മാരെ ഇവരെല്ലാവരും പ്രത്യക്ഷമായി. ഇതൊക്കെ ആദ്യത്തെ സപ്താഹാദി ഗംഭീരമായിട്ട് നടന്നു എന്ന് പറഞ്ഞ ഇതിന്റെ അകത്ത് ഈ മാഹാത്മ്യത്തിന്റെ അകത്തന്നെ അത്തുല്യങ്ങളായ 4-5 രത്നങ്ങള്. അതിലൊന്നാണ് സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ ശ്രവണമാത്രേണ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേ. അതുകൊണ്ട് വളരെ പരമ്പരാഗതമായ ഒരു ശ്ലോകമുണ്ട്. എത്ര മമ ചിത്തപങ്കജം തത്ര തവ കോമളം വധു. എന്തിനത്രയൊക്കെ വിഗ്രഹങ്ങളിൽ ഇത്രയൊക്കെ പടം ഇവിടെ കേട്ടിരിക്കുന്നത്? ഒരു വിഗ്രഹം മാത്രം പോലെ, ഒരു ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ രാധാരുക്മിണി പോലെ. പിന്നെ എന്തിനത്രയ്ക്കൊക്കെ ഡെക്കറേഷൻ? രാവിലെ ദിവസം അത് ഇന്നലത്തെ നിർമ്മാല്യം മാറ്റി നാളെ വീണ്ടും മാലകളൊക്കെ ചാർത്തി ഇതിനെങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്? കാരണം എത്ര മമ ചിത്തപങ്കജം. കാരണം നമ്മുടെ ഈ മനസ്സാകുന്ന ഉണ്ടല്ലോ, ഇതിങ്ങനെ അവിടെ കൂടി ഓടിക്കളിക്കുകയാണ്. അതാണ് വിദതാവിനിവേശം. ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് ഓരോന്നിൻ്റെ അകത്തേക്ക്. ഇവിടെ കുറെ ആലോചിച്ചു, പിന്നെ അത് കുറെ ആലോചിച്ചു, പിന്നെ ഇത് കുറെ ആലോചിച്ചു. ഇങ്ങനെ നിന്ന് ആലോചിച്ചിട്ടേ എന്താ അത്ര നേരം ചെയ്തത്? ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ ഇപ്പം ഉണ്ടായത്? ഭയങ്കര ക്ഷീണം. ഒന്നും കാരണം മനസ്സിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ എത്ര മമ ചിത്തപങ്കജം തത്ര തവ കോമളം ബഹു എത്ര മമ വാക് പ്രകാശതേ തത്ര തവ നാമ സന്തതി. അപ്പൊ അത്ര പ്രാധാന്യമാണ് നമ്മുടെ വാക്ക്. ഇതിലൊക്കെ ഇനി വരും. ഞാൻ വീണ്ടും ആ ശ്ലോകത്ത് പറയാം. നമുക്ക് വാക്ക് ഉച്ചരിക്കാൻ, ഒരു വാക്ക് പറയാനൊരു കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നാമങ്ങൾ പറയണം, വേറെ ഒന്നിനുമല്ല. കഥാ ഭാഗവതസ്യാദി നിത്യം ഭഗവതി യദ്ഗൃഹേ. ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഇതൊക്കെ ഇതിന്റെ അകത്തന്നെ വരണതാണ്. ശ്ലോകാർത്ഥം വാ ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠസ്വസ്തുമുഖേനൈവ. വേറെ ആരെങ്കിലും വിളിച്ചൊരു വാദ്യാരെ വിളിച്ചിട്ട് ഭഗവത് സേവ നടത്താൻ പറഞ്ഞാൽ ഭാഗവതമായി പഠസ്വസ്തുമുഖേനൈവ. ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിന്റെ പകുതി, പൂർവാർത്ഥം ഉത്തരാർത്ഥം അതെങ്കിലും, അല്ലെങ്കിൽ ശ്ലോകപാദം വാ ഒരു ലൈനെങ്കിലും വായിക്കുക. യതിച്ഛസി പരാംഗതിയിൽ നിങ്ങൾക്ക് നല്ല ഗതി കിട്ടുന്നുണ്ടെങ്കിൽ അത് വായിക്കണം. ഭാഗവതം ശാസ്ത്രം വാചയേ അർത്ഥതഃ അനീശം. ഇതൊക്കെ അങ്ങനെ ഒരു 24 കാരറ്റ് തങ്കത്തിൽ എഴുതി വെക്കേണ്ട ശ്ലോകമാണ്. എന്താ പറഞ്ഞറിയോ? ഭാഗവതം ശാസ്ത്രം. ഇതാണ് ഒരു സയൻസ്. ഇതാണ് ദ സയൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ദ ആർട്ട് ഓഫ് മാനേജ്മെന്റ്.
ഇത് രണ്ടും ഒന്നാണ്. ഈ സയൻസ് ഓഫ് മാനേജ്മെന്റ് എങ്ങനെ വായിക്കുന്നറിയോ? വാചയെ അർത്ഥതഃ അനിശം. ഒരു നിമിഷം പോലും അറവാക്കൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോ ഒരു ദിക്കിലെ അർത്ഥം മനസ്സിലായെങ്കിൽ അവിടെ നിർത്തിക്കോളുമാണ്. നിർത്തി ഇതൊരു ഇംഗ്ലീഷിലൊരു പെരിമേഷൻ ഒരു ഫിക്ഷൻ വായിക്കുന്ന മാതിരി വായിക്കേണ്ടതല്ല. ജെയിംസ് ബോണ്ട് വായിക്കുന്ന മാതിരി വായിക്കുമ്പോഴല്ല ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല, എന്നാൽ പിന്നെ അടുത്ത വാക്കിന്റെ അർത്ഥം മനസ്സിലായി, നമുക്കിത് ഏകദേശം ഒന്ന് ഊഹിക്കാം എന്ന് വിചാരിക്കല്ലേ. ഇതങ്ങനെ പറ്റില്ല. അതുകൊണ്ട് വാചകേത് അർത്ഥതഃ അനിശം ജന്മകോടി കൃതം പാപം നശ്യതേ ന അത്ര സംശയ. സംശയം തന്നെ വേണ്ട, അർത്ഥം മനസ്സിലാക്കി വായിക്കൂ. തേന് തേന് യാ വാങ്മയീ മൂർത്തി പ്രത്യക്ഷ വർത്തതേ ഹരി സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാഠനാത്. ഇതെല്ലാം കൂടി ഇവിടെ അടുക്കി വെച്ച് സംസാര സാഗരം ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നിട്ട് കാണുന്നില്ലേ? ഇങ്ങനെ കണ്ടാൽ തന്നെ മതി. ഇത്രേ പ്രത്യക്ഷ വർത്തതേ ഹരി. ഹരി പ്രത്യക്ഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കാണാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ധർമ്മം ഭജസ്വതം ത്യജലോകധർമ്മൻ സേവസ്വസാധു പുരുഷാൻ ജയി കാമകൃഷ്ണം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ ശരീകഥാരസമഭോ നിതരാം പിബത്വം. നിങ്ങളുടെ കാതിൽ ഇതാ നാളെ രാവിലെ മുതൽ 7 ദിവസം നിങ്ങളുടെ കാതിലേക്ക് കർണ അമൃതം രസായനമാക്കി നിങ്ങളുടെ കാതിലേക്ക് ഒഴിച്ചു തരാൻ പോവാണ്. ശൈവീകഥാരസമഭോ. അങ്ങനെ കാതിലേക്ക് ഒഴിച്ചു തരുന്ന ഈ അമൃതത്തിന് നിതരാം പിബത്വം. നീ തന്നെയാണ്. നിങ്ങൾ വളരെ സന്തോഷത്താടെ ഈ അമൃതത്തിനെ കാതിലൂടെ അകത്തേക്ക് കുടിച്ചോണ്ടേയിരിക്കൂ. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ചില ലോകധർമ്മൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടു കളഞ്ഞോളൂ. ഇതൊക്കെ ലോകധർമ്മങ്ങളാണ്. ജഹി കാമതൃഷ്ണം. അത് വളരെ വ്യക്തമായിട്ട് പറയും, കാമതൃഷ്ണം ജഹി. കാരണം ഈ കൃഷ്ണ കാമം ഇതൊക്കെ രണ്ടും അധികമായ എന്താന്ന് ഓർമ്മയിലാവുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അധികമാവണം. ഓർമ്മയില്ലാതെ എന്ന് പറയട്ടെ. അതിന് കാരണം എന്താണ്? ഭീഷ്മർക്ക് തന്നെ അതൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നത്. അതായത് എന്തിനെങ്കിലും ഒരു അദ്ദേഹത്തിന് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാമം എന്നുള്ള പ്രശ്നമല്ല. പക്ഷെ ഈ പാണ്ഡവന്മാരെ ഈ കൗരവന്മാരെ ഈ കുരുവംശം നിലനിൽക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു തൃഷ്ണ. ആയടം കേശവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഗുരുവായൂർ നമ്പൂതിരിയുണ്ട്, മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല് ഈ വൈകല്യം വരുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പൊ ഒരാൾക്ക് വൈകല്യം, ഒരു കാലിന് നീളം കുറയും, അപ്പൊ അയാൾ ഞൊണ്ടി നടക്കില്ലേ? അപ്പൊ വൈകല്യം വരുന്നത് എന്തെങ്കിലും ഒന്ന് കുറവ് വരുമ്പോഴല്ല നമ്മൾ വിചാരിക്കുന്നത്, കൂടിയാലും പ്രശ്നമാണ്. ഒരാൾക്ക് ഒരു കാല് മാത്രം നീളതിയായാലോ, ഒരു രാവിലെ കാല് മാത്രം നീളതിയായി തുടങ്ങിയാൽ വൈകല്യല്ലേ? അതേമാതിരിയാണ്. അപ്പൊ ഈ നമ്മുടെ അകത്ത് കിടന്ന് നിൽക്കുന്ന ഈ ഷഡ്രിപുക്കളുണ്ടോ, കാമക്രോധം, മതലോകം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടിയാണ്. ഇന്ന് രാവിലെ അത് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പറയില്ല. അതിനെ ഇപ്പൊ നമ്മൾ വേടനെ കുറിച്ച് പറയണല്ലോ, ഹേ കിരാത എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കിരാതനുണ്ട് അത്ര നമുക്കൊക്കെ. വേടൻ, ഇപ്പൊ വേടനാണല്ലോ എല്ലാവരും തുതിച്ച് നടക്കുന്നത്. ആ വേടൻ നമ്മളെ സഹായിക്കുന്ന ഒരു വേടനുണ്ട്, അത് ശിവാനന്ദ ലഹരിയില്. ആ കിരാതമൂർത്തി ഉണ്ടല്ലേ, എന്താ ചോദിച്ചാൽ നമ്മളുടെ അകത്ത് കിടന്ന അവിടെ കുറെ മൃഗങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി തരൂ. നേരെ സംബോധനയാണ് ആചാര്യസ്വാമികളായതുകൊണ്ട് ഭഗവൻ ഈ കിരാതാന്ന് നേരിട്ട് വിളിക്കാം. എന്തായാലും ആ ശ്ലോകമൊക്കെ പിന്നീട് ഇരിക്കട്ടെ. ഇപ്പൊ നമ്മള് ഇത്രയും ഇതൊക്കെ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിന്റെ കിടക്കുന്നതാണ്. ഇനി ഇതിന്റെ അകത്ത് ബ്രഹ്മമാരുടെ ലേഖനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ അങ്ങനെ വലിച്ചിട്ട് നമ്മൾ പോവാം. എന്താ മാഷ് പറഞ്ഞെന്താ വെച്ചാല്, ജീവിതം ധന്യമാവാൻ എന്താ വഴി? കഥയൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടോ, മാഹാത്മ്യം ഇപ്പൊ ഇവിടെ വഴി നിർത്താം. നമ്മുടെ ജീവിതം ധന്യമാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു വിഷൻ ഓഫ് ലൈഫ് വേണം, ഒരു വീക്ഷണം വേണം. വീക്ഷണം മാത്രം പോരാ, ആ വീക്ഷണത്തിന് നമുക്ക് എന്താവേണ്ടത് എന്നാണ് ഇതിനെക്കുറിച്ചൊരു ധാരണ. അതിലത് എവിടെയെങ്കിലും പോയാൽ, നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവണിൽ പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ് പോയാൽ ആദ്യം തന്നെ ട്രെയിനിൽ കയറും. അപ്പൊ ചില ട്രെയിൻ ഷൊർണൂർക്ക് കൊണ്ടുപോകും, ചില ട്രെയിൻ എറണാകുളത്തേക്ക് പോകും. നിങ്ങൾക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ട ആവശ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞ ട്രെയിനിൽ കയറണം. അല്ലാതെ അങ്ങോട്ട് വടക്കോട്ട് പോകുന്ന ട്രെയിനിൽ കയറിയാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി ഷൊർണൂരിലോ പാലക്കാടിലോ പോയി ഇറങ്ങേണ്ടി വരും. അപ്പൊ അതേമാതിരി നമുക്ക് ജീവിതത്തിനും ഒരു വിഷനും വേണം, ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ.
എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയണം. ഇത് രണ്ടും തരുന്നതാണ് ഭാഗവതം. അവിടെയാണ് മാഷിയുടെ ബുദ്ധിയുണ്ട്. എത്ര സാധാരണക്കാരൻ. ഇതുകൊണ്ടാണ് ഭാഗവത രസിക കൃതി എന്നൊക്കെ പേരിട്ടിങ്ങനെ ഭാഗവത രസികൻ എന്ന് ഇങ്ങനെ സാധാരണക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാഷിക്ക് കഴിഞ്ഞു. അതിനു വേണ്ടി ഒരു സെൻസ് ഓഫ് വിഷനും സെൻസ് ഓഫ് ഡിറക്ഷനും കൊടുക്കാൻ ഭാഗവതത്തിന് പറ്റും. അങ്ങനെ ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. ഭാഗവതത്തിന്റെ മാഹാത്മ്യം ശരി. ആത്മദേവനും അതാണ് ഉണ്ടായത്. ആത്മദേവനും ഒരു സെൻസ് ഓഫ് വിഷൻ ഒരു ഡയറക്ഷനൊക്കെ ആദ്യം പറഞ്ഞു വിടും. തനിക്ക് പ്രാരബ്ധം കൊടുത്തിട്ട് മക്കൾ ഉണ്ടാവാനും കഴിയുന്നില്ല. ഇല്ല, അതെനിക്ക് അനുഭവിച്ചാലേ, ഞാൻ തന്നെ എനിക്ക് അനുഭവിച്ചാലേ അതിനെ അനുഭവിക്കുക. എന്നാ ദുർഗകാരി കാണിച്ചതൊക്കെ താൻ അനുഭവിച്ചോ. അപ്പൊ തന്നെത്താൻ അനുഭവിക്കുമ്പോഴേ പല കാര്യങ്ങളും സ്വാത്മ അനുഭവം വേണം. സ്വ അനുഭവം ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ മുതൽ കണ്ടുകൊടുക്കും. നാളെ മുതൽ കാണുമ്പോൾ ഇതൊക്കെ അവിടെ വിസ്തരിച്ച് വായിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. പക്ഷെ ആദ്യം തന്നെ ഒന്നാമത്തെ സ്കന്ധത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതും അധികമാവരുത്. എന്തിനുള്ള ആഗ്രഹവും അധികമായ പ്രശ്നമാണ്. ഒരു കാലിന് മാത്രമായിട്ട് നീളം കൂടിയാൽ വൈകല്യം വരുമെന്ന് പറഞ്ഞില്ലേ. കുരുവംശം അതില് രാജാവില്ലാതെ രാജാക്കന്മാരില്ലാതെ കുരുവംശം അന്യം നിന്ന് പോകരുതെന്ന് അസാമാന്യ വാശിയായിരുന്നു ഭീഷ്മർക്ക്. അതുകൊണ്ടാണ് അംബിക അംബാലിക അവരൊക്കെ കൊണ്ടുവന്നതിന് ശേഷം. പക്ഷെ സ്ത്രീകളോട് ഭ്രമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിട്ടുകിടന്നത്. വിവാഹം തന്നെ ചെയ്തില്ലല്ലോ. പക്ഷെ വംശം നിലനിൽക്കണം എന്നുള്ള മോഹം അത് മാത്രമായിട്ട് നീങ്ങുന്നു. അപ്പൊ ഇത് പറ്റി പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ മാത്രം. നിങ്ങളൊന്ന് പതുക്കെ സാവധാനം വീട്ടിൽ പോയിട്ട് ആലോചിച്ച് വെച്ചോളൂ. ഏതൊരു ആഗ്രഹവും അമിതമായാൽ കണ്ണു കാണാതെയോ അല്ലെങ്കിൽ ബുദ്ധി പോവും, ഓർമ്മയില്ലാതെയോ. വളരെ ടിപ്പിക്കൽ. ഓർമ്മ പോകാൻ ഒരു കാരണം നമ്മുടെ കാമക്രോധ ലോകമോഹ മതമാത്സര്യങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണം ബാലൻസ് തെറ്റിച്ച് മുന്നോട്ട് കടന്നു. അതാണ് കാരണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഭീഷ്മൻ എന്ത് ചെയ്തു? അതൊക്കെ നോർമലായി. ദേഹത്തുനിന്ന് ഈ രക്തമൊക്കെ വാർന്നു പോയപ്പോ, അല്ലെങ്കിൽ കുരുവംശത്തിന് ദുര്യോധനനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനോട് തന്നെ യുദ്ധത്തിൽ പോകുമോ? അപ്പൊ അവിടെ ഇരുന്നിട്ട് ശരശയ്യയിൽ കിടന്നുകൊണ്ട് അസ്തദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവതിദം ധിനോമ്യകം പ്രസന്നഹാസാരണലോചനോല്ലസൽ മുഖാംബുജ ധ്യാനപദ ചതുർഭുജ. ഈ രക്തമൊക്കെ ദുഷിച്ച രക്തമൊക്കെ പോയതോട് കൂടി ദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം. ആ ദേവദേവനായ ഭഗവാൻ ചതുർഭുജനായിട്ട് ഭീഷ്മർക്ക് മാത്രം കാണുക അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണന്. 4 കൈകളോടി ശംഖചക്ര കഥാപത്മത്തോടി. അപ്പം പറയാണ്, ഹേ ഭഗവാനെ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ. ഞാൻ അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാൻ വരികയായി. കൊച്ചെന്ന മൃത്യുവാണ്. എപ്പോ വേണമെങ്കിൽ ഇപ്പൊ മരണം വേണമെന്ന് വെച്ചാൽ അപ്പൊ വരും. എന്നിട്ടും പ്രസന്നഹാസാരുണലോചനുല്ലസൽ മുഖാംബുജ ധ്യാനപദ ചതുർഭുജ എന്ന് പറഞ്ഞു നോക്കുന്ന അതിവിശേഷമായി. അതൊക്കെ ഇവിടെ നാളെ ആൾക്കാർ വിസ്തരിക്കുമ്പോൾ വായിക്കട്ടെ. പിന്നീട് 2ാമത്തെ സ്കന്ധത്തിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച അഹമേവാസമേവാഗ്രേ എന്ന് ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത ചതുശ്ലോകി ഭാഗവതം. ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭഗവാൻ കൽപ്പവികൽപ്പേഷു. ഒരു കൽപ്പം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ കാലാണല്ലോ. 71 ചതുർയുഗം കഴിഞ്ഞാലാണ് ഒരു കൽപ്പം വരുന്നത്. എന്നാൽ വിമുക്തി കർഗിജൽ അവിടെ വെച്ചിട്ടൊക്കെ പറഞ്ഞപ്പോ തന്നെ അരേ ഹേ ബ്രഹ്മദേവൻ, എങ്ങനെയൊക്കെ വേണമെങ്കിൽ വിസ്തരിച്ചിട്ട് മകന് പറഞ്ഞു കൊടുക്കുക, എന്താ ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനം. എന്താണ് പ്രധാനം അറിയോ? യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യവർണ്ണയാ. ഇത് ഭഗവാന്റെ വാക്കുകൾ കൊണ്ട് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തതാണ്. ഇത് നാളെ മുതൽ സ്തുതി. ഇവിടെ ധാരാളം പേര് സ്തുതി നാളെ മുതൽ 10-25 പേരുണ്ട്. അവരെ വയ്ക്കുമ്പോ ഭഗവാന്റെ ഉപദേശം മനസ്സിലിരിക്കട്ടെ. യഥാ ഹരോ ഭഗവതി, ഈ ഭഗവാനായ ഹരിയിൽ നൃണാം ഭക്തി ഭവിഷ്യതി. ജനങ്ങൾക്കൊക്കെ ഏത് രീതിയിൽ വിസ്തരിച്ചാലാണോ ബ്രഹ്മദേവ ജനങ്ങൾക്ക് മുഴുവൻ ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചു വരിക, സർവാത്മനി അഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയ എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വർണ്ണിച്ചു പോകൂ എന്ന് പറയുന്ന അതിവിശേഷമായ ദ്വിതീയ സ്കന്ധം. അത് കഴിഞ്ഞ് 3ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോ അവിടെ വിതുര മൈത്രേയ സംവാദം. അതിലെ അവിടെയാണ് മനുഷ്യരുടെ വാക്കുകളുടെ പരമലക്ഷ്യം
പരമലക്ഷ്യം ദൈവസ്തുതി, ഭഗവാനെ സ്തുതിക്കുക എന്നാണ്. അതെ, അങ്ങനെ പറയണ്ടോ? എടുത്തോളൂ. ഏകാന്തലാഭം വചസോ പുംസാം സുശ്ലോകമൗരേ ഗുണവാദമാഹു ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം തഥാ സുധായാം ഉപസംപ്രയോഗം. സുധ എന്ന് പറഞ്ഞാൽ അമൃതം എന്നൊക്കെയാണ് അർത്ഥം. എന്തിന്? സുശ്ലോകമൗരേ ഗുണവാദമാഹു. നമ്മുടെ വാക്കുകൾക്ക് വചസോ, വാക്കുകൾക്ക് ഏകാന്ത ലാഭം, വാക്കുകൾക്കുള്ള ഒരേ ഒരു ലാഭം, ഒറ്റ ലാഭമുണ്ട് വാക്കുകളുണ്ട്. വെറുതെ വീൺവാക്ക് പ്രസംഗിക്കണ്ട, വെറുതെ വർത്തമാനം പറയല്ലേ, ഒറ്റ ലാഭമേ ഉള്ളൂ വാക്കുകളെ കൊണ്ട്. അതെന്താ? ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ ഗുണത്തിനെ, ഭഗവാന്റെ കഥകളെ അത് പറഞ്ഞുകൊണ്ടിരിക്കൂ. അത് കഴിഞ്ഞാൽ വിസ്തരിക്കുന്നില്ല. കാവിലം മുഴുവൻ ഇങ്ങനത്തെ കപില മഹർഷിയുടെ ഉപദേശം മുഴുവൻ ഇതിങ്ങനെ നമ്മളെ അട്ടിച്ചേൽപ്പിക്കുകയാണ്. കഥ ഉപകഥ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. പല ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്താലേ അതങ്ങനെ പതിയുള്ളൂ. അതുകൊണ്ട് അവിടെ പറയണം എങ്ങനെ വെച്ചാൽ, റിപ്പീറ്റ് ചെയ്താൽ എന്താ വെച്ചാല് ഭവാനി ശങ്കരോ ഉണ്ട്. ഇത് തുളസീദാസ രാമായണത്തിന്റെ തുടക്കത്തിലുള്ള ശ്ലോകമാണ്. ഭവാനി ശങ്കരോ വന്ദേ ശ്രദ്ധാ ഭക്തി സ്വരൂപിണോ യാഭ്യാം വിനാന പശ്യന്തി സിദ്ധാഹ സ്വാന്തസ്തമീശ്വരം. അകത്തിന്റെ ഈശ്വരൻ. എന്നാ പിന്നെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? നിങ്ങളുടെ അകത്ത് പാർവതി പരമേശ്വരനും വന്നിരിക്കുന്നുണ്ട്. ഭവാനി ശങ്കരോ അകത്തിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവരെങ്ങനെ ഇരിക്കുന്നറിയോ? ശ്രദ്ധാ വിശ്വാസ രൂപിണോ. ശ്രദ്ധയും വിശ്വാസമായിട്ട് അവരെ പരിപാലിക്കൂ, അകത്തേക്ക് നോക്കൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാ വേണ്ടതെന്നാണ് കാവിലത്തിൽ പറഞ്ഞത്. സദാം പ്രസംഗാ പറഞ്ഞു, സജ്ജനങ്ങളുമായി പോയി ചെയ്യൂഹേ. സജ്ജനങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അകത്തുള്ള ഭവാനിയും ശങ്കരനെയും കാണാൻ പറ്റും. സദാം പ്രസംഗാത്മ വിദ്യസംവിധോ ഭവന്തി കർണരസായന കഥ. ഈ സജ്ജനങ്ങൾ എന്ത് ചെയ്യിച്ചാൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ കഥ ഇങ്ങനെ പറയും. കഥ പറയുന്നല്ല, കഥ അമൃതത്തിനെ തരും. അത് കുടിക്കാൻ വലിയ പാടൊന്നുമില്ല. ചെവി തുറന്നിരുന്നാൽ മതി. ചെവി തരും നിങ്ങളുടെ കൈ കൊണ്ട് അടയ്ക്കാനല്ലാതെ അടയ്ക്കാൻ പറ്റില്ല. കണ്ണ് വേണമെങ്കിൽ അടയ്ക്കാം, കണ്ണടച്ചിരിക്കാം. പക്ഷെ ചെവി അടയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ വേണമെങ്കിൽ ചെവി അടയ്ക്കാനേ ചെവി അടയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തജ്ജോഷണ, അതുകൊണ്ട് എന്താ വെച്ചാൽ ആശു അപവർഗവത്തിന്, അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. ആ അപവർഗം ആ പാതയിൽ നിങ്ങൾക്ക് വരും. എങ്ങനെയാ അറിയോ? ഓരോ മൈൽകുറ്റികളുണ്ട്. ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി. അതിവിശേഷമാണ് ശ്രദ്ധ രതി ഭക്തി. ഈ രീതിയിൽ ഈ ഓർഡറിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഏത്? കഥാശ്രവണം കൊണ്ട് ശ്രദ്ധ കൊണ്ട് രതി, താല്പര്യം നഷ്ടം, രതി കൊണ്ട് ഭക്തി, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ കാവിലൊക്കെ കഴിഞ്ഞ് നാലാമത്തെ വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ തേട്ടും. കാരണം അവിടെ ധ്രുവം പറഞ്ഞു കൊടുക്കണം. അയ്യോ അന്തഃപ്രവിശ്യമവായും എല്ലാവർക്കും അറിയണത് കൊണ്ട് അതും. പിന്നെ അതാ അവിടെ ദക്ഷയാഗത്തിലെ ദ്വയക്ഷരം നാമകിരീരിതം നൃണം സകൃത്പ്രസംഗാ അഖമാശു ഹന്തിയൽ പവിത്രകീർത്തിന്തം അനന്യശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര. ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിച്ച് അതിന്റെ മഹിമ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ശവങ്ങളാണ് അതൊക്കെ. അത്ര ഡെസ്പിക്കസ്, അങ്ങനെ അത്ര മോശമായിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വളരെ പ്രശസ്തമായ പഞ്ചമസ്കന്ധത്തിലെത്തായോ? അവിടെയാണ് സ്മരണായ ജ്വരമരണ ദശായാമവി സകല കശ്മലൻ സ്ഥിരസനാനി തവ ഗുണകൃത നാമധേയാനി മമ വിഷയഗോചരാണി ഭവന്തു. മരണസമയത്തുള്ള പ്രാർത്ഥനയാണ്. മരണസമയത്ത് വ്യത്യസ്തവാദം അവതംസിത പരിചിവർഗം സാജീകൃതാരണ നിവേശിത വേണുനാടം ചേതഫലം പരമകാരുണികം പ്രസൻ സംഘാ പ്രാണപ്രയാണ സമയേ മമ സന്നിധത്തം. എന്നെ പഠിപ്പിച്ചത് പ്രാണപ്രയാണ സമയേ, എന്റെ പ്രാണൻ പോവാൻ ഉറപ്പാണ്. ജനിച്ചു മരിച്ചല്ലേ പറ്റൂ. അപ്പൊ മമ പ്രാണപ്രയാണ സമയേ ഭഗവാനെ ഓർക്കാനുള്ള ശ്ലോകമാണ്. അത് ശ്ലോകമായിട്ട് ഇതാ ഇവിടെ മമ വിഷയഗോചരാണി ഭവന്തു സ്മരണായ ജ്വരമരണ ദശായാമഭി. ജ്വരമരണ ദശയാണ് ICU. ആ ICUവിൻ്റെ അകത്ത് ഒരെണ്ണം ജ്വരം, ഒരെണ്ണം മരണം. അതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് സ്മരണായ തവ ഗുണകൃത നാമധേയാനി. അങ്ങനെ വന്നപ്പോ തന്നെ പിന്നെ ഋഷഭദേവന്റെ രാജൻപതി കുടലം കവതാം യദൂനാം മുക്തിന്ദാലി കർവിലിസ്മന ഭക്തിയോഗം. ഇതിൽ കൂടുതലൊക്കെ എന്ത് മാഹാത്മ്യം നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ഭഗവാന്റെ ഭാഗവതത്തിന്റെ. പിന്നെ അങ്ങനെ പഞ്ചാമസ്കന്ധം കഴിഞ്ഞ് നമ്മുടെ 6-ലെത്തിയാൽ അവിടെയാണ് വല്ല സേഫിലിട്ട്
കൂട്ടിയിട്ടിരിക്കുന്ന മാതിരി നാരായണ കവചം ഷഷ്ഠസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം. അതില് ഇപ്പൊ വൈകുന്നേരം 4:52 ആണോ, പകലാണോ, ഇവിടെ വെളിച്ചമുണ്ടോ, സൂര്യൻ അസ്തമിക്കാറായോ, അതൊക്കെ സത്യമാണെങ്കിൽ സത്യേന അനേന സർവേ യാന്തു നാശമുപദ്രവാഹ എന്ന് നാരായണ കവചം ഇങ്ങനെ ശപഥപൂർവമായ പ്രാർത്ഥനകളോടുകൂടി അവിടെ നമുക്ക് ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ പ്രഹ്ലാദൻ അത് വരുന്നേ ഉള്ളൂ. ഇതാ ഇവിടെ വൃത്രൻ എന്നൊരു അസുരൻ അഹംഹരേതപപാദൈകമൂലദാസാനുദാസോ ഭവിലാസ്മി ഭൂയാൻ മനസ്മരേദാസു ഗുണാൻ. ഭഗവാനെ, ഒരു അസുരൻ മരണസമയത്ത് പ്രാർത്ഥിക്കാണ്, മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം. എനിക്കാരും കൂടി ആരും വയ്ക്കും പരിചയം വേണ്ട, പക്ഷെ വേണം ആരോട്? ഉത്തമ ശ്ലോകജനേഷു സഖ്യം. ഇനി അതാ ഇനി ഭാര്യ കുട്ടികളെ ഒക്കെ ആണെങ്കിലും അതൊക്കെ വേണ്ടി വന്നു വെച്ചാലും ഉത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മഭി ത്വന്മായയ. അങ്ങയുടെ മായ കൊണ്ട് എനിക്കിതാ ഭാര്യ കുട്ടി എന്നൊക്കെ അതിനുള്ള ബന്ധം വേണം വെച്ചാൽ തന്നെ ത്വന്മായയ ആത്മാത്മിത താരകേ കീഷ്. അങ്ങനെ പറയാണ്. എങ്ങനെയൊക്കെ ആൾക്കാരായാലും മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം, ഉത്തമ ശ്ലോകജനങ്ങളിൽ മാത്രം ഒരു സഖ്യം ഉണ്ടാവട്ടെ എന്ന്. അത് കഴിഞ്ഞാൽ ഏഴാമത്തിൽ ആദ്യം തന്നെ കൗമാരെ ആചരയിൽ പ്രാജ്ഞ. ഇത് വയസ്സുകാലത്തൊന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം പതുക്കെ ഭാഗവതം വായിക്കാമെന്ന് പറഞ്ഞു തുടങ്ങല്ലേ. കൗമാരേ ആചരയിൽ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിക. അവിടെയാണ് ഭാഗവത ധർമ്മങ്ങൾ പറയുന്നത്. ദുർലഭം മാനുഷം ജന്മ തദവി അധ്രുവമർത്ഥതം. മനുഷ്യനായിട്ട് ജനിച്ചൂല്ലേ, നാം വേഗം നോക്കിക്കോളൂ. മനുഷ്യനായിട്ട് ജനിച്ചൂലോ, ഭാരതത്തിന് ജന്മം കിട്ടിയില്ലോ, ഭാഗവതം വായിക്കാൻ കയ്യിലെത്തിയില്ലേ, നാരായണ നാരായണ എന്ന് ചെല്ലാൻ നാവ് കൊഴിഞ്ഞിടാൻ പാടില്ല, അതുകൊണ്ട് ചെല്ലിക്കോളൂ. എന്നിട്ട് അവിടെ ഇനിയിപ്പോ പറയും നവവിധ ഭക്തി മാർഗലക്ഷണം എന്ന് പറഞ്ഞ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം വേണമെന്ന് ഈ ഭഗവാന്റെ കരുണൂടി വേണം. ബാക്കിയെല്ലാം യൂണിലേറ്ററാണ്. ശ്രവണം ആരെങ്കിലും കഥ പറയണമെങ്കിൽ കേൾക്കാം, കീർത്തനം തന്നെത്താരത് പാടിക്കോളും, അവനവൻ പാടി ആസ്വദിക്കുക. ആ കീർത്തനം, സ്മരണം എല്ലാം ചെയ്തോളൂ. പക്ഷെ സഖ്യം, ആത്മനിവേദനം ഗുരുവായൂരപ്പൻ കൂടി വിചാരിക്കണം. എനിക്ക് ഫ്രണ്ടാവാൻ പറഞ്ഞ് ഗുരുവായൂരപ്പ ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അതൊന്ന് കൺസിഡർ, ഗുരുവായൂരപ്പനും കൂടി വിചാരിക്കണ്ടേ നിങ്ങൾ ഫ്രണ്ടാവണമെന്ന്. അതുകൊണ്ട് അതൊക്കെ ഇതില് അങ്ങനെ 7ാമത്തെ സ്കന്ധം മുഴുവൻ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉത്തമ ശ്ലോക ജനേഷു സഖ്യം നമുക്ക് അസാമാന്യ പ്രാർത്ഥനയാട്ടോ. സജ്ജന സംഗമത്തിന് ഒരു പ്രാർത്ഥന നമ്മളായിട്ട് എഴുതിയിട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൃത്രാസുരൻ എഴുതി നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ട്. വൃത്ര ചതുശ്ലോകി എടുക്കുക, 1 ദിവസം രാവിലെ വായിക്കുക. ഒരു 10 ദിവസം വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഉത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മം ഇത് തന്നെ വന്നു തുടങ്ങും. നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാലും വരും. അത് കഴിഞ്ഞ് 8ാമത്തതിൽ മുഴുവൻ ഗുരുമഹിമയാണ്. അപ്പൊ ഗുരുപൂർണിമ കഴിഞ്ഞു പോയി. കഴിഞ്ഞ പൗർണമി, ഇന്നിപ്പോ സപ്തമിയിലായിട്ടുള്ളൂ കൃഷ്ണപക്ഷത്തിലെ, അത് ഗുരുപൂർണിമയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ 4 പ്രകരണങ്ങളാണ്. ഗജേന്ദ്രന്റെ കഥ, പാലാഴിമദനം, അത് കഴിഞ്ഞാല് മറ്റേ മഹാബലിയുടെ കഥ, മത്സ്യാവതാരം. ഇവിടെ മുഴുവനും നിവർന്ന് കാണുന്നത് എന്താ കാണുന്നത്? ആത്മാവാസ്യമിതം സർപ്പം ജഗത്യാന്തകൽ ചേന ത്യക്തേന കുഞ്ചീത മാതൃഭാഹനം എന്ന് പറഞ്ഞ് ഈശാവാസ്യോപനിഷത്ത മന്ത്രങ്ങളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുള്ളതാണ് 8ാമത്തെ സ്കന്ധം. അവിടെ മുതൽ അദ്വൈതമായ പ്രാർത്ഥനകൾ ഇപ്പോഴുണ്ട്. എന്നാലും ഓം നമോ ഭഗവതേ തസ്മൈയത ഏതച്ചിതാത്മകം പുരുഷായ ആദിബീജായ പരേശായ എന്ന ഒരു ഗജേന്ദ്രൻ പറയുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നീട് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ മന്വന്തരമുണ്ടല്ലോ, അതേതാ വൈവസ്വത മന്വന്തരെ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമേ പാദേ ജന്മൂരി. ഈ വൈവസ്വത മനു മത്സ്യാവതാരം മൂർത്തിയെ സ്തുതിക്കുന്ന ആ ശ്ലോകങ്ങളെല്ലാത്തിലും നിങ്ങൾ പതുക്കെ പോയിട്ട് മത്സ്യാവതാര ആ മൂർത്തിയെ സ്തുതിക്കുന്നത് ഇവിടെ ആരെങ്കിലും അതൊക്കെ പറയും. ആ ശ്ലോകങ്ങളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഗുരുമഹിമ ഇങ്ങനെ കാണാം. ഓരോ ശ്ലോകത്തിലും ഗുരുമഹിമയാണ്. അപ്പൊ ആ 8ാമത്തെ സ്കന്ധം അതൊക്കെ ഭാഗവത്തിന്റെ മാഹാത്മ്യമാണ്. വേറെ എവിടെ അന്വേഷിക്കണ്ട. 9ാമത്തെ സ്കന്ധം എത്തിക്കഴിഞ്ഞാൽ നാമസ്മരണ പറഞ്ഞു തരുന്ന നാമത്തിന്റെ മഹിമയൊക്കെ അവിടെയാണ്. പക്ഷെ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴേക്കും ദശമത്തിൽ എത്താൻ വേണ്ടി ഓടും നമ്മൾ കിടന്നുണ്ട്. വംശം പരമ്പര ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ താല്പര്യം. അപ്പൊ അതിൻ്റെ ഇടയിൽ സാക്ഷാൽ ഇന്നിപ്പോ കർക്കടക മാസം 1-ാം തീയതിയാണ് നമ്മുടെ രാമായണ മാസം വരുന്നു. എന്തുകൊണ്ടറിയോ? ശ്രീരാമചന്ദ്രസ്വാമി ഇവിടുന്ന് പോകുമ്പോഴേ
സ്മരതാം ഹൃദിവിന്യസ്യ വിദ്ധം ദണ്ഡകകണ്ഡകൈഃ സ്വപാദപല്ലവം രാമ ആത്മജ്യോതിരകസദാ. ഇക്ഷ്വാകുവംശത്തിലെ മഹാനായ ദാശരഥി ശ്രീരാമചന്ദ്രസ്വാമി ഇവിടുന്ന് പോകുമ്പോൾ കുറെ ആൾക്കാരെയും കൊണ്ട് വേറൊരു വൈകുണ്ഠം എടുത്ത് പോയത് മാത്രമല്ല, പോകുമ്പോൾ നമുക്കൊക്കെ ഓരോ മെമ്മന്റ് തന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ സത്രമൊക്കെ കഴിയുമ്പോൾ തന്നില്ലേ ഓരോ സാധനം, അതേമാതിരി നമുക്ക് ഓരോന്നും തന്നിട്ടുണ്ട്. സ്മരതാം ഹൃദിവിന്യസ്യ, ആരൊക്കെ സ്മരിക്കുന്നു ശ്രീരാമചന്ദ്രസ്വാമി, അവിടെ ഹൃദിവിന്യസ്യ വൃദ്ധം ദണ്ഡകകണ്ഡകൈഃ, ദണ്ഡകാരണ്യത്തിൽ നടന്ന് ഭഗവാനും ഭഗവാന്റെ പത്നിയും നടന്ന് കാല് മുഴുവൻ കല്ലും മുള്ളും കൊണ്ട് തട്ടി ചോര ഒലിച്ചുത്തരം. അതിന് നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടാ പോയത്. മരതാം ഹൃദി വിന്യസ്യ നസ്തം ദണ്ഡകകണ്ഡകേ സ്വപാദ പല്ലവം, തളിര് പോലെയുള്ള സ്വന്തം പാദങ്ങള്, സ്വപാദ പല്ലവം രാമ ആത്മജ്യോതിരകാസദ. അങ്ങനെയുള്ള അതിപ്രശസ്തമായ അവിടെ മുഴുവൻ ഉർവർദ്ധേ രക്തരാജ്യം എന്ന് പറഞ്ഞിട്ടേ മറ്റേ രാമായണം തുടങ്ങുമ്പോ കോസലേന്ദ്രോ അവതാന്ന എന്ന് പറഞ്ഞിട്ട് ശീശോ ബ്രഹ്മർഷി എന്നിട്ട് നമസ്കരിക്കുന്ന ശ്ലോകങ്ങളൊക്കെയാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ 10 കയറിയാൽ 90 അധ്യായങ്ങളിൽ കിടന്ന് നീണ്ടു കിടക്കുന്ന കാളിന്തി കൊണ്ടുള്ള നീലക്കഥ വിട്ട ജയിലിൽ വിളങ്ങും ബൃന്ദാരണ്യമേ, കാലികൾ നക്കിത്തുടയ്ക്കുമാ ചെന്തളിൽ കാലടി വെച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ സഞ്ചരിക്കുന്ന നിന്നിക്കിലെങ്ങാനൊരു പിച്ചു പുല്ലായി പിറന്നാവും ഞാൻ എന്നൊക്കെ അങ്ങനെയുള്ള ശ്രീകൃഷ്ണലീലകള്. അതിൻ്റെ അവസാനം ഏകജ ലഭ്യത മലിത എന്നുള്ള വിഷമവൃത്തിക്കട്ട ശ്രുതി തന്നെ വന്ന്, വേദങ്ങൾ തന്നെ വന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗത്തോടു കൂടിയുള്ള ദശമസ്കന്ധം. അത് കഴിഞ്ഞാൽ ദശമസ്കന്ധം പിന്നെ ഉദ്ധവർക്കുണ്ട നമോസ്തുതേ, അവിടേക്കുന്ന ശ്ലോകങ്ങളുടെ രത്നങ്ങളാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിനാം, പ്രപന്ന മനുഷ്യാദി പ്രപത്തി വരുന്നത് സഖ്യം ആത്മനിവേദനം എന്ന് പറഞ്ഞ ദിക്കിലാണ്. ആത്മനിവേദനത്തിലുള്ള ശ്ലോകങ്ങളാണ് ഏകാദശത്തിലെ. 12 വന്നു ചേർന്നാലോ വരമേകം പ്രണേധാവി, ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, ഏറ്റവും മനസ്സിന്ന് കടയാൻ പാടില്ലാത്ത ശ്ലോകം എന്ന് കാഞ്ചി മഹാപെരിയവ പറഞ്ഞതാത്രേ. വരമേകം പ്രണേധാവി പൂർണ്ണാത് കാമാഭിവർത്തനാ ഭഗവത്യച്യുതാം ഭക്തി തത്പരേഷു തഥാത്മി. മാഹാത്മ്യം, ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഭാഗവതത്തിന്റെ അകത്ത് കിടക്കുന്നു. പിന്നെ സമർപ്പണ ശ്ലോകങ്ങള് ഭവേ ഭവേദാഭക്തി, അതൊക്കെ അതിവിശേഷം. അതിൻ്റെ അകത്ത് ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം. ഇത് പരമഹംസ സംഹിതയാണ്. അതുകൊണ്ടാണ് ഓരോ പുഷ്ടിക എന്ന് പറഞ്ഞാൽ ഓരോ അധ്യായം കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നവർ തന്നെ ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണെ. അപ്പോഴാണ് ചില ആൾക്കാരെ എനിക്ക് ഓ അത്രേ അങ്ങനെയല്ല. മഹാപുരാണെ പാരമഹംസ്യം സംഹിതായ, പരമഹംസന്മാർക്കുള്ള സംഹിതയാണ്. നമ്മുടെ മാതിരിയുള്ള ആൾക്കാർ പരമഹംസം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ട് ഓഫ് സന്യസ്തന്മാരാണ്. പല ആൾക്കാരുണ്ട്, കുടീജകൻ അവിടെ ഉണ്ട്, തീർത്ഥൻ കുടി എന്നൊക്കെ ഉണ്ട് പല സന്യാസിമാർ. അതേപോലെയുള്ള ഒരു സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അങ്ങനെയുള്ളവരുടെ പാരമഹംസ സംഹിതയിലെ തത്വജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തത് ശൃണ്വൻ വിപഠൻ വിചാരണപര ഭക്ത്യ വിമുച്യേർനര. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തത് ശൃണ്വൻ വിപഠൻ വിചാരണപര ഭക്ത്യ വിമുച്യേർനര. ഇനിയുള്ള 7 ദിവസങ്ങൾക്ക് നിങ്ങൾക്കിതാ നിങ്ങളുടെ മുമ്പില്, അത് ഒരാളെന്നെ പറഞ്ഞാൽ ബോറടിക്കും. ഇപ്പൊ തന്നെ ബോറടിച്ച് തുടങ്ങി, 1 മണിക്കൂറൊക്കെ ആയപ്പോ. അപ്പോൾ അങ്ങനെ ബോറടിക്കാതിരിക്കാൻ പറയാനുള്ളത് ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ്. ഷേക്സ്പിയറാണ് എഴുതിയിട്ടുള്ളത്. പറയാനുള്ളത് എന്തായാലും പറയാൻ അറിയാവുന്ന ആൾക്കാർക്ക് 20 മിനിറ്റ് മതി. പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് എത്രയായാലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് 20-25 മിനിറ്റില് നമുക്ക് ഓരോ സ്തുതികള്, ഞാനും വരും വീണ്ടും മുഴുവൻ തന്നെ സ്തുതിയായിട്ട്. അപ്പൊ നമുക്കിത് കേൾക്കാം. ശരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.